2013 ജൂലൈ 29 വൈകുന്നേരം 6 മണിക്ക് ശ്രീ ഡി ബാബു പോളുമായി ജി ഹരി നീലഗിരിയും വാൾട്ടർ ഡിക്രൂസും കവടിയാറിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് നടത്തിയ അഭിമുഖം. എൻ്റെ ഓർമ്മകൾക്ക് വ്യക്തമായ ഒരു തുടക്കമുണ്ട്. അതിൻ്റെ കാരണം 1944 ഏപ്രിൽ 9 എൻ്റെ അനിയൻ ജനിച്ചത് എന്നും ആ വിവരം എന്നോട് ആരോ വന്ന് പറയുന്നതാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആദ്യത്തെ ഓർമ്മ എന്നുമുള്ളതാണ്. അതുകൊണ്ട് 3 വയസ്സ് മുതലാണ് എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത്. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു ഹെഡ് മാസ്റ്ററുടെ ബംഗ്ലാവ് എന്ന് വിളിച്ചിരുന്ന 2 മുറികളുള്ള വീട്. ആ കാലത്ത് പ്രസവത്തിന് ആശുപത്രിയിൽ പോകുന്ന സമ്പ്രദായമൊന്നുമില്ല, ആശുപത്രികളും അധികമില്ല. പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ വീടുകളിലാണെങ്കിൽ ഡോക്ടർ അവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ പതിച്ചി എന്ന നാട്ടിൽ പറയുന്ന മിഡ് വൈഫ് ആണ് പ്രസവം എടുക്കുന്നത്. അപ്പോൾ അച്ഛൻ നാട്ടിലെ പ്രധാന ദിവ്യനായിരുന്നുകൊണ്ട് ഡോക്ടർ അവിടെ വന്നിരുന്നു. അപ്പോൾ പെരുമ്പാവൂർ കുറുപ്പമ്പടി എന്നൊരു സ്ഥലത്താണ്. പെരുമ്പാവൂരാണ് ജനം അറിയുന്ന പ്രധാനപ്പെട്ട നഗരം. അവിടെ നിന്ന് 2 മൈൽ കിഴക്കോട്ട് പോയാൽ കുറുപ്പമ്പടി, 2 മൈൽ തെക്കോട്ട് പോയാൽ പുല്ലുവഴി പി ഗോവിന്ദപ്പുള്ളിയുടെ സ്ഥലം, 2 മൈൽ വടക്കോട്ട് പോയാൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ വീട്. എല്ലാം പെരുമ്പാവൂർ തന്നെ. ടൗണിൽ തന്നെയാണ് പെരുമ്പാവൂർ രവീന്ദ്രനാഥൻ്റെ വീട്. എം പി നാരായണപിള്ള പുല്ലുവഴിയാണ്. പി കെ വി അവിടെ കല്യാണം കഴിച്ച് വന്നതാണല്ലോ. അദ്ദേഹം പി ജിയുടെ സഹോദരിയാണല്ലോ വിവാഹം ചെയ്തത്. ആ ചേച്ചി മരിച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ സ്കൂളിൻ്റെ വരാന്തയിൽ എന്നെ ആരോ ഓലപ്പാമ്പുണ്ടാക്കി കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ ഒരു ഈർക്കിലിങ്ങനെ അനക്കിയാൽ പാമ്പ് വളഞ്ഞൊക്കെ വരുമായിരുന്നു. അതാണ് ആദ്യത്തെ ഓർമ്മ. അന്ന് ഒരാൾ വന്ന് അമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മയാണോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. എൻ്റെ അമ്മ പ്രസവിക്കാൻ പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ സംഭാഷണം. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇവിടെ തിരുവനന്തപുരത്ത് ട്രെയിനിങ് കോളേജിൽ പഠിക്കാൻ വേണ്ടി പോയി. അന്ന് മുതലുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. വളരെ തുടർച്ചയായ ഓർമ്മയൊന്നുമല്ല, എങ്കിലും അമ്മ പഠിക്കാൻ പോയ സമയത്ത് അച്ഛൻ്റെ കൂടെ ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു. അന്ന് പ്രിപ്പയറട്ടറി ക്ലാസ് എന്നൊരു ക്ലാസ്സുണ്ട്. കൊച്ചിയിലൊക്കെ അര ക്ലാസ് എന്നാണ് പറയുക, 4.5 ക്ലാസ്. ഇത് 4ാം ക്ലാസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോമിന് മുമ്പായിട്ടുള്ളതാണ് പ്രിപ്പയറട്ടറി ക്ലാസ്. ആ ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ കൊണ്ടിരുത്തുമായിരുന്നു. അപ്പോൾ 4 വയസ്സിൽ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് ചേട്ടന്മാരുടെ കൂടെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ അവരും ABCD ആദ്യം പഠിക്കുന്നു, ഞാനും ABCD ആദ്യം പഠിക്കുന്നു. അവിടെ പരീക്ഷയ്ക്ക് എനിക്ക് 97 മാർക്ക് കിട്ടി. ക്ലാസ്സിൽ അവരിൽ പലരെക്കാളും കൂടുതൽ മാർക്ക് എനിക്കാണ് കിട്ടിയത്. എന്നിട്ട് ഞാനപ്പോൾ മറ്റ് പരീക്ഷകൾ എഴുതണമെന്ന് നിർബന്ധിച്ചു. അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് അറിയാമെങ്കിലും 4 വയസ്സുള്ള കുട്ടിയുടെ മോഹമായതുകൊണ്ട് ഹെഡ് മാസ്റ്റർ അനുവദിച്ച് ഞാൻ മറ്റേ പരീക്ഷയൊക്കെ എഴുതി. ചോദ്യക്കടലാസിൽ നിന്ന് പിരിച്ച് 1/2 എന്ന് ഏതോ ഒരു എണ്ണം പകർത്തി വെച്ച് എനിക്ക് ഓർമ്മയുണ്ട്, വേറെ ഒന്നും ഓർക്കുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് 5ാമത്തെ വയസ്സിലാണ് 2ാം ക്ലാസ്സിൽ പോയി ചേരുന്നത്. അന്നപ്പോൾ 1ലോ 2ലോ ഒക്കെ ഇഷ്ടംപോലെ ചേരാം. 2ാം ക്ലാസ്സിലാണ് എന്നെ ചേർത്തത്. 5 വയസ്സ് പ്രായം. 1946 അന്ന് ഇടവമാസം തുടങ്ങുന്ന സമയത്ത് തിങ്കളാഴ്ചയാണ് പള്ളിക്കൂടം തുടങ്ങുന്നത്. സ്കൂളിൽ പോകാനായിട്ട് പ്രത്യേകിച്ച് ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് ഞാൻ പ്രൈമറി സ്കൂളിൽ പോയത്, മലയാളം പഠിച്ചത്. അമ്മയുടെ കൂടെ ആയിരുന്നിരിക്കണം പോയത്. സ്കൂള് 2 സ്കൂളും, അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഹൈസ്കൂളും അമ്മ ടീച്ചറും പിന്നീട് ഹെഡ് മിസ്ട്രസും ഒക്കെ ആയ സ്കൂളും അപ്പുറത്തും ഇപ്പുറത്തും തന്നെയാണ്. അച്ഛന് പൗലോസ് കോറപ്പിസ്കോപ്പ, അമ്മ മേരി പോള്. അമ്മ തിരുവിതാംകൂർ 1922ലോ 23ലോ മറ്റോ തിരുവിതാംകൂറിൽ 1ാമതായിട്ട് ESLC ജയിച്ച ആളായിരുന്നു. അച്ഛനും സ്കോളർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് അച്ഛൻ പഠിച്ചത്. അച്ഛൻ 1931 32 വർഷം ഹെഡ് മാസ്റ്ററായിരുന്നു. ഹെഡ് മാസ്റ്ററായി തുടങ്ങി ഹെഡ് മാസ്റ്ററായി അവസാനിപ്പിച്ചു. അങ്ങനെ വളരെ പ്രഗത്ഭനായൊരു പ്രഭാഷകരായിരുന്നു വടക്കൻ തിരുവിതാംകൂറിലെ. സാമൂഹ്യ
പ്രവർത്തകരായിരുന്നു. ആ കാലത്ത് ഈ ദളിത് വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്ത് സ്കോളർഷിപ്പും കാര്യങ്ങളൊന്നുമില്ല, അവർക്കും ഫീസ് കൊടുക്കണം. അച്ഛൻ്റെ ശമ്പളത്തിൻ്റെ പകുതി അച്ഛൻ അന്നത്തെ നാട്ടിൽ അവിടെ ദളിത് വിഭാഗങ്ങൾ പ്രധാനമായി പുലയരാണ് ഉണ്ടായിരുന്നത്. അവരുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് പള്ളിക്കൂടത്തിൽ ചേർക്കുക, ഫീസ് അച്ഛൻ്റെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കുക, അങ്ങനെയൊക്കെ അച്ഛന് ഒരു നവോത്ഥാന നായകന്മാരിൽ ഒരാളെന്നാണ് അച്ഛൻ്റെ ഒരു സ്മാരകം നാട്ടിലുള്ളിടത്ത് എഴുതി വച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ തിരുവിതാംകൂർ ഭരണമാണല്ലോ, 1946 സ്കൂള് തുടങ്ങുന്നത് വഞ്ചീശമംഗളം പാടിയിട്ടാണ്. വഞ്ചീശമംഗളം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമെന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ രീതിക്ക് പറയാം, രാജഭക്തി ഗാനമാണ്. വഞ്ചിഭൂമി പതേചിരം സഞ്ചിതാഭം ജയിക്കണം എന്ന് പറഞ്ഞ് രാജാവിന് നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരേർപ്പാടാണ്. അത് കഴിഞ്ഞ് ഒരു ബെല്ലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ആദ്യം ഹെഡ് മാസ്റ്ററുടെ ഒരു സ്വാമിയായിരുന്നു. സ്വാമി സാറ് ഒരു വലിയ വടി വെച്ച് ജനാലയിൽ 2 അടി അടിക്കും. അപ്പോൾ ആ പ്രദേശം മുഴുവൻ ആ ശബ്ദം കേൾക്കും. അതോടുകൂടി നിശബ്ദമാകും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ശബ്ദം ബാക്കിയുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചർ മേശപ്പുറത്തൊരു അടി അടിക്കുമ്പോൾ അതും തീരും. അത് കഴിഞ്ഞിട്ട് ഹാജരി വിളിയുണ്ട്. ഹാജരി വിളിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രസന്റ് സർ, പ്രസന്റ് മാം എന്ന പോലെ ഹാജർ എന്ന നാട്ടുമ്പുറത്തെ രീതിക്ക് പറയും. പകുതി പിള്ളേർ ഷർട്ടിടാത്തവരായിരുന്നു. അതിൽ ആദ്യത്തെ ദിവസം ഒന്നാം പാഠം ഏതോ ഒരു കവിതയായിരുന്നു. അതുകൊണ്ട് പാഠം 2 പശു ആണ് ആദ്യത്തെ ഗദ്യപാഠം. ടീച്ചർ അത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ക്ലാസ്സിലെ ഒരു മുതിർന്ന വിദ്യാർത്ഥി അവിടെ ഇരുന്ന് പറഞ്ഞു, ഇതന്നെ ടീച്ചറെ എല്ലാ കൊല്ലം ഈ പാഠം തന്നെ, ഈ കൊല്ലം നമുക്ക് വേറൊരു പാഠം പഠിക്കാം. അപ്പോൾ ടീച്ചർ ചിരിച്ചു. എനിക്ക് അന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ല, പിന്നീട് ഇപ്പോൾ അത് മനസ്സിലായി. അതായത് ആ പറഞ്ഞ വിദ്വാൻ ആ ക്ലാസ്സിൽ 4ാം കൊല്ലമായിരുന്നു. എല്ലാ വർഷവും പാഠം 2 പശു എന്ന് പഠിക്കുന്നത് കൊണ്ടാണ് അയാൾ ജയിക്കാത്തതെന്നായിരുന്നിരിക്കണം അയാൾ ധരിച്ചത്. ഏതായാലും ആ വർഷവും അയാൾ തോറ്റു. ഞാൻ 3ാം ക്ലാസ്സിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഞാൻ അയാളെ വളരെ കാലം കഴിഞ്ഞ് കാണുന്നത്, ഞാൻ ഇടുക്കി കളക്ടറായിരിക്കുമ്പോൾ ഒരിക്കൽ നാട്ടിൽ ചെന്നപ്പോൾ അയാളെന്നെ വഴിയരികിൽ വെച്ച് കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇത് നമ്മുടെ ബാബു അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കളക്ടറാണെന്ന് ഓർത്തില്ല. അയാൾ വീടി തീർപ്പുകാരനായിരുന്നു. അയാൾ വീടി തീർത്തുകൊണ്ടിരുന്ന കടയുടെ മുൻവശത്ത് എന്തോ കാര്യത്തിന് വേണ്ടി എൻ്റെ കാറ് നിർത്തിയപ്പോൾ എന്നെ കണ്ട് ഇറങ്ങി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മകനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും സർക്കാരിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനും നോക്കൂലല്ലോ. ഞാൻ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് 5 വരെ അവിടെ പഠിച്ചു. അതിനകത്ത് ഈ 4ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഷിഫ്റ്റുണ്ട്. കാലത്തെ 2ാം ക്ലാസ്, ഉച്ച കഴിഞ്ഞ് 4ാം ക്ലാസ്. അപ്പം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേറൊരു വലിയ സംഭവം ഉണ്ടായി. അതാണ് ആദ്യത്തെ പ്രസംഗം 2ാം ക്ലാസ്സിൽ വെച്ചാൽ. 2ാം ക്ലാസ്സിലാണ് ചെന്ന് കയറിയത്. ചെന്ന് കയറി 3 മാസം കഴിഞ്ഞപ്പോൾ മഹാരാജാവിൻ്റെ തിരുനാൾ ഒക്ടോബർ 1946 ഒക്ടോബറിൽ അവസാനത്തെ തുലാം. അത് ഞാൻ ഇന്നാളെ ഒരു കണ്ടുപിടിച്ചായിരുന്നു. അത് 26-27 തീയതി. അപ്പം എന്നെ അവിടെ സ്കൂളിലുണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ വത്സരനിധിയായ ഒരു അധ്യാപകന് തോന്നി, അച്ഛൻ നല്ല പ്രസംഗക്കാരനൊക്കെയാണല്ലോ, ഒരു പ്രസംഗം കഴിയും കാണാൻ പഠിപ്പിച്ചാൽ ഞാനൊരു കാഴ്ച വസ്തുവാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹം ഒരു പ്രസംഗമൊക്കെ കഴിയത്തുന്നു. ഞാൻ അത് അവിടെ സദസ്സിൽ കയറിയത് പ്രസംഗിച്ചു. എൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം അങ്ങനെയാണ്. 1946 ഒക്ടോബറിൽ 5.5 വയസ്സ് പ്രായം. പിന്നീട് തിരുവനന്തപുരത്ത് വന്ന് മഹാരാജാവുമായിട്ടൊക്കെ നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ തിരുനാളിനാണ് ഞാൻ ആദ്യമായൊരു പ്രസംഗം പറഞ്ഞത്. ആ കൈ പൊലിച്ചു. ഇപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ ആളുകൾ ധാരാളമുണ്ട് എന്ന് പറയുകയും വിനയസമ്പന്നനായ മഹാരാജാവ് എന്നോട് ഐ എം ഓണേഡ്, ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് എന്നൊക്കെ പറയുകയും ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 4ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഉച്ച കഴിഞ്ഞാണ് 4ാം ക്ലാസ് ഉള്ളെങ്കിലും രാവിലെ അമ്മയുടെ കൂടെ അങ്ങ് പോകും. അമ്മ ആ സ്കൂളിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഉയർന്ന ക്ലാസ്സിലായിരുന്നു. അപ്പോൾ 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒരേ സാറാ, കുര്യൻ സാറ്. ആ കുര്യൻ സാറ് നാട്ടിലെ ഒരു ജൗളിക്കടക്കാരനും പത്രം ഏജൻറ്റുമാണ്. അന്നത്തെ പത്രം ഏജൻ്റ് എന്ന് പറഞ്ഞാൽ
ഈ പത്രം ഇപ്പോഴത്തെ പോലെ രാവിലെ സ്കൂട്ടറിൽ കൊണ്ടിരുന്ന പരിപാടിയോ അതിനു മുമ്പുള്ള സൈക്കിളിൽ കൊണ്ടിരുന്ന പരിപാടിയോ പോലും ഇല്ല. അന്ന് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് പത്രം വരിക എന്ന് പറഞ്ഞാൽ 11 മണിക്ക് മൂന്നാറിന് പോകുന്നൊരു ബസ്സുണ്ട്. ആ ബസ്സിൽ നിന്ന് ഒരു 5-6 പത്രമായിരിക്കും നാട്ടിലാകെ ഉള്ളത്. ആ ബസ്സിൽ നിന്ന് ഒരു എയറാണ്, അത് പൊക്കിയെടുത്തോളണം. മഴക്കാലത്താണെങ്കിൽ അവർ നിർത്തി ആൾ കാത്തു നിന്നാൽ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ അവരെറിഞ്ഞിട്ടങ്ങ് പോകും. അപ്പോൾ ആ പത്രം വാങ്ങിക്കുന്ന സമയത്ത് കുര്യൻ സാറിന് ടൗണിലേക്ക് പോകണം. ടൗൺ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ അത്രയും സമയം കുട്ടികളെ അടക്കി ഇരുത്തണ്ടേ. അപ്പം ഞാൻ അവിടെ ഉള്ളപ്പോൾ എന്നെയാണത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കേട്ടെഴുത്ത്, മനക്കണക്ക്, ഇങ്ങനെയുള്ള ചില പണികളൊക്കെ ആയിട്ട് ഞാനൊരു അധ്യാപകനായി. അപ്പോൾ എന്നെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ കൊച്ചു സാറെന്ന് വിളിക്കും. അങ്ങനെ ഒരു അനുഭവം 4ാം ക്ലാസ്സിലുണ്ടായി. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ആ സ്കൂളിൽ നിന്ന് മാറി പിന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരുന്ന ഹെഡ് മാസ്റ്ററായിരുന്ന സ്കൂളിൽ ഫസ്റ്റ് ഫോം മുതൽ 6th ഫോം വരെ, അതായത് ഇപ്പോഴത്തെ 10ാം ക്ലാസ് അല്ല, 6th ഫോം എന്ന് പറഞ്ഞാൽ 11ാം ക്ലാസ്സാണ്. അത് അവിടെയാണ് പഠിച്ചത്. അങ്ങനെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവിടെ തന്നെ കുറുപ്പംപണി. അവിടെ 3rd ഫോം കഴിഞ്ഞപ്പോൾ ഒരു മഹാരാജാവിൻ്റെ സ്കോളർഷിപ്പിന് പരീക്ഷയുണ്ട്. ആ പരീക്ഷ ജയിച്ചു. ആ പരീക്ഷ ജയിച്ചപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി. അതുകൊണ്ട് സർക്കാരാണ് എന്നെ പഠിപ്പിച്ചത് മുഴുവൻ. എന്നെ പഠിപ്പിക്കാൻ വീട്ടിൽ നിന്നൊരു ചക്രം ചിലവാക്കേണ്ടി വന്നില്ല. കാരണം മഹാരാജാവിൻ്റെ സ്കോളർഷിപ്പ് മാസം 5 രൂപയാണ്. 5 രൂപ എന്ന് പറയുമ്പോൾ ആണ്ടിൽ 60 രൂപയായി. അമ്മ സർക്കാർ സ്കൂൾ അധ്യാപിക ആയതുകൊണ്ട് ഫീസ് എനിക്ക് പകുതി കൊടുത്താൽ മതി. 6 രൂപയാണെന്ന് ഫീസ്. അപ്പം 3 രൂപ കൊടുത്താൽ മതി. 8 മാസമേ ഫീസുള്ളൂ. അപ്പോൾ 8 3 24. അപ്പോൾ 60 ബാക്കിയുള്ളവരോട് പുസ്തകമൊക്കെ വാങ്ങിക്കാം. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ കഴിഞ്ഞു. സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോയപ്പോൾ SSLCക്ക് എനിക്ക് ആ നാട്ടിൻപുറത്തു നിന്ന് 3ാം ആണെങ്കിലും എഴുതിയെങ്കിലും 3ാം റാങ്ക് കിട്ടി സ്റ്റേറ്റിൽ. ആ വർഷം എൻ്റെ ഭാഗ്യത്തിന് കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പരിപാടി ആദ്യമായിട്ട് തുടങ്ങി. ഇപ്പോഴത്തെ അത്രയും സംഖ്യയൊന്നുമില്ല. ആകെ സംസ്ഥാനത്ത് തിരുവിതാംകൂർ, കൊച്ചിയിൽ ആകെ 7 പേർക്കാണ് ആ സ്കോളർഷിപ്പ് കൊടുത്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ജയിച്ച് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ഡേറ്റ് വരെയുള്ള കണക്കാക്കി കേന്ദ്രം ആ പൈസ തന്നു. അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരു പൈസ പോലും ചിലവായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പഠിത്തം കഴിഞ്ഞ് 2 ആഴ്ചക്കകത്ത് ജോലി കിട്ടി, ജൂനിയർ എഞ്ചിനീയറായിട്ട്. ആ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ, ജോലിക്കൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ആലുവ കോളേജിൽ ആണ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചത്. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. എഞ്ചിനീയറിംഗിനും മെഡിസിനും പോകാവുന്ന തരം പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സാണ് ഞാൻ പഠിച്ചത്. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോൾ മെഡിസിനും എഞ്ചിനീയറിംഗിനും പോകാൻ ഉള്ള ഇതുണ്ടായിരുന്നെങ്കിലും ഞാൻ എഞ്ചിനീയറിംഗ് ആണ് സ്വീകരിച്ചത്. അതിനകത്തൊക്കെ ഒരു ഈശ്വര നിയോഗമായിരുന്നു എന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നുണ്ട്. കാരണം മെഡിസിനാണ് പോയിരുന്നതെങ്കിൽ അന്ന് എന്തുകൊണ്ടോ ഡോക്ടർമാർക്ക് എഴുതാൻ കഴിയുമായിരുന്നില്ല. പ്രായത്തിൻ്റെ പ്രശ്നമായിരുന്നിരിക്കണം. കാരണം 24 വയസ്സിന് മുമ്പ് സർവീസിൽ കയറിയിരിക്കണം. അപ്പോൾ MBBS കഴിഞ്ഞ് ഇന്റേൺഷിപ്പും ഹൗസ് സർജൻസിയും കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആ കാലത്ത് അവർക്ക് ഡിഗ്രി കൊടുക്കുകയുള്ളൂ. എഞ്ചിനീയറിംഗിന് പഠിത്തം കഴിഞ്ഞാൽ അവരുടെ ഡിഗ്രി കിട്ടും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് എഴുതാനും നോക്കില്ല. അതുകൊണ്ടൊക്കെ ആയിരുന്നിരിക്കണം. അതിന് നിയമം തന്നെ തടസ്സമായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും എഞ്ചിനീയറിംഗ് ആയതുകൊണ്ടാണ് എനിക്ക് IAS എഴുതാൻ സാധിച്ചത്. ദൈവം എനിക്ക് വേണ്ടി നീക്കി വച്ചിരുന്ന ഒരു നിയോഗം ഇതായിരുന്നത് കൊണ്ട് അതനുസരിച്ച് തന്നെ തയ്യാറാക്കി എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു ആദ്യകാലത്തെ അനുഭവങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ പ്രസംഗം പറഞ്ഞല്ലോ, 5.5 വയസ്സിലാണ് ആദ്യമായിട്ട് പ്രസംഗം പറഞ്ഞത്. മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ചുറ്റുവട്ടത്തുള്ള പള്ളിക്കൂടങ്ങളിലെ വാർഷികങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുമായിരുന്നു. വലിയ വലിയ ആളിലൊക്കെ പ്രസംഗിക്കാൻ കാണും. ആ കൂട്ടത്തിൽ ഞാനും ഒരു നിക്കറൊക്കെ ഇട്ട് പോയിട്ട് അച്ഛൻ എഴുതുന്ന പ്രസംഗം കാണാൻ പഠിച്ച് പറയുകയാണ്. അപ്പോൾ അതൊരു കാഴ്ച വസ്തുവായിരുന്നു. അപ്പോൾ മറ്റു സാറന്മാരൊക്കെ അവരുടെ കുട്ടികൾക്ക് ഒരു മാതൃകയാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അന്ന് IASലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് എൻ്റെ അച്ഛൻ എൻ്റെ മനസ്സിൽ വലിയ ഉത്കർഷേച്ഛ വളർത്തിയിരുന്നത് കൊണ്ട്
ഏറ്റവും നല്ലത് എത്തിപ്പിടിക്കണമെന്നൊരു മോഹം എന്നും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പ്രൈമറി സ്കൂളിൽ എന്നെ പഠിപ്പിച്ച 3ാം ക്ലാസ്സിലെ സാറ് എപ്പോഴും ഒരു പേഷ്കാരുടെ കഥ പറഞ്ഞിട്ട് ഞാൻ പേഷ്കാരാകാനുള്ളതാണ് എന്നുള്ള ചിന്ത എൻ്റെ അബോധ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. അതൊക്കെ ഇപ്പം ഞാൻ ഓർത്തെടുക്കുന്നതാണ്. ആലുവ കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്ത് മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് പ്രൊഫസർ എൻ്റെ ഒപ്പ് കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ ഒപ്പിന് ഗൗരവം പോരാ. അന്ന് ഞാൻ ബാബു എന്ന് മാത്രമാണ് ഒപ്പിട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ ഒപ്പ് മാറ്റിയിട്ട് ഡി ബാബു പോൾ എന്ന് മുഴുവൻ എഴുതി ഒപ്പിട്ടില്ലെങ്കിൽ 8-10 കൊല്ലം കഴിഞ്ഞ് താൻ കളക്ടറാകുമ്പോൾ ഒപ്പിനൊരു വില ഉണ്ടാവില്ല. 15 വയസ്സാണ് എനിക്കന്ന്. അന്ന് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പോൾ ആലുവയിൽ എന്നെ പഠിപ്പിച്ച എല്ലാ സാറന്മാരും തന്നെ, മാത്തമാറ്റിക്സിലെ വെങ്കട്ടരാമൻ സാറും ഹിന്ദിയിലെ മേനോൻ സാറും ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നോട് പറഞ്ഞത് അവരവരുടെ വിഷയത്തിൽ MA കഴിഞ്ഞിട്ട് IAS എഴുതണമെന്നാണ് സാറന്മാർ പറഞ്ഞത്. പക്ഷെ നാട്ടിലെ പിയർ ഇൻഫ്ലുവൻസിൽ അതിനൊത്ത് IAS ഒക്കെ അത് വളരെ അപ്രാപ്യവും വിദൂരവുമായ ഒരു സ്വപ്നമായതുകൊണ്ട് അങ്ങനെ റിസ്ക് ഒന്നും എടുത്ത് പോകണ്ട, ഈ നാട്ടിലുള്ളവർക്കും കിട്ടിയതായിട്ട് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആണിങ്ങനെ എൻജിനീയറിങ്ങിന് വന്നത്. എന്നാൽ എൻജിനീയറിങ്ങിൻ്റെ ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്ക് ഏകദേശം ആ സമയത്ത് ഞങ്ങൾ ഫൈനൽ ഇയറിലേക്ക് വന്ന ആ വർഷത്തിലാണ് ഈ പിന്നീട് PSC ചെയർമാനായിട്ട് റിട്ടയർ ചെയ്ത ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് IAS കിട്ടി. അപ്പോൾ ഈ ഗോപാലകൃഷ്ണപിള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിച്ച പാസ്സായ മിടുക്കനാണെങ്കിലും അദ്ദേഹത്തിന് ഈ പ്രസംഗവും ഇങ്ങനത്തെ പരിപാടിയൊന്നും അന്നുമില്ല, പിന്നീട് ഉണ്ടായില്ല. അപ്പം അന്നൊരിക്കൽ എനിക്ക് തോന്നിയടാ ഇദ്ദേഹത്തിനാകെ ഇപ്പം എനിക്കെന്താ, അങ്ങനെ തുടങ്ങിയതാണ്. അദ്ദേഹവും ത്തിൻ്റെ മാതൃക ഒരു അഡീഷണലായിട്ടുള്ള ഒരു പ്രചോദനമായി തീർന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ. പിന്നെ ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, എനിക്ക് എഞ്ചിനീയറിംഗ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നുകൊണ്ട് മാനമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാലും മതി. അവിടെ ഇരുന്നാലും ഒരു 2ാം കടക്കാരനായിരുന്നേനെ, അതുകൊണ്ട് അവിടെ നിന്ന് പുറത്ത് ചാടി പോന്നു എന്ന് വിചാരിച്ചാലും മതി. എല്ലാം ഒരു ദൈവനിയോഗമെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. വിവാഹം വളരെ ചെറുപ്പത്തിലേ കഴിഞ്ഞു. കാരണം എൻ്റെ അച്ഛൻ്റെ അപ്പൻ മരിക്കുമ്പോൾ 54 വയസ്സാണ്. അപ്പം അച്ഛൻ അതുകൊണ്ട് ആയുസ്സിനെ കുറിച്ച്, അച്ഛൻ 84 വയസ്സിലാണ് മരിച്ചതെങ്കിലും അത്രയും കാലം ജീവിച്ചിരിക്കുമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അച്ഛൻ വളർന്നു വരുന്ന കാലത്ത് ലൈഫ് എക്സ്പെക്റ്റൻസി അത്രയില്ല, ജീവിത ശരാശരി ആയുർദൈർഘ്യം. പോരെങ്കിൽ അച്ഛൻ അവരുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് ഞാനുണ്ടായത്. 12 വർഷം കഴിഞ്ഞ് പ്രസവിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ നീലക്കുറിഞ്ഞി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നപ്പോൾ അച്ഛന് 37 വയസ്സുണ്ട്. എനിക്ക് IAS കിട്ടുമ്പോൾ എഞ്ചിനീയറിംഗ് ഞാൻ പാസ്സാകുമ്പോൾ തന്നെ അച്ഛന് വയസ്സ് 58 ആയില്ലേ. അപ്പോൾ കഴിയുന്നതും വേഗം ഞാൻ കല്യാണം കഴിച്ച് കാണണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് പാസ്സായപ്പോൾ തന്നെ കല്യാണ ആലോചനയും ബന്ധപ്പാടൊക്കെ വന്നപ്പോൾ IAS വായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചു തന്നാണ്. അതുകൊണ്ട് IASൻ്റെ അക്കാഡമിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് 24-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. അത് ആലോചിച്ചുറപ്പിച്ചൊരു വിവാഹം, 35 വർഷം ഒരുമിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് ക്യാൻസർ വന്നു, അവർ മരിച്ചു. അത് ജീവിതത്തിൽ ഒരധ്യായം കഴിഞ്ഞ് വേറെ അധ്യായം. 1965 വരെ ഒറ്റയ്ക്ക് ജീവിച്ചു. 2000 കഴിഞ്ഞിട്ട് വീണ്ടും ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്നുള്ള ഒരു ദാർശനിക സമീപനത്തിനപ്പുറത്ത് എനിക്കെന്തോ ഒരു വലിയ അപകടം സംഭവിച്ചു എന്നുള്ള തോന്നലൊന്നുമില്ല. മനുഷ്യന് ഇങ്ങനെയൊക്കെ അല്ല ജീവിതം മുമ്പോട്ട് പോകണത്. നന്മകൾ പൗർണമികൾ മാത്രമായ ഒരു ജീവിതമില്ല. അമാവാസി അതിൻ്റെ കൂടപ്പുറപ്പാണ്. അമാവാസി തമോഗർത്തമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ്. അമാവാസി തമോഗർത്തമല്ല, പൗർണമി പുറകെ വരുന്നുണ്ട് എന്ന് ധരിച്ചു കൊള്ളണം എന്നുള്ള ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഇതിനകത്തൊക്കെ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ജീവിതത്തിൽ എല്ലാത്തരം അനുഭവങ്ങളും ഉണ്ടായാലേ ജീവിതം പൂർണ്ണമാവുള്ളൂ. ഒരു സദ്യക്ക് എല്ലാം മാമ്പഴക്കറിയും 4 കൂട്ടം പായസവും മാത്രമാണെങ്കിൽ അതിൻ്റെ കൂടെ ഇഞ്ചിക്കറി വേണം, അതിൻ്റെ കൂടെ ഉപ്പിലിട്ടത് വേണം, അതിൻ്റെ കൂടെ സാമ്പാർ വേണം. പലതരം രുചികൾ കൂടുമ്പോഴാണ് സദ്യ പൂർണ്ണമാകുന്നത് എന്നേ ഞാനിതിനെക്കുറിച്ചൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെയൊക്കെ ഇങ്ങനെ എഴുത്തും വായനയും പുസ്തകങ്ങളെ സ്നേഹിക്കാൻ ബാല്യകാലം മുതൽ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എപ്പോഴും പുസ്തകങ്ങളുണ്ട് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എഴുത്ത്. എൻ്റെ ആദ്യത്തെ ലേഖനം അച്ചടിച്ച് എൻ്റെ പേര് അച്ചടിച്ച് വന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്. 1949 ആയിരിക്കണം. ഏതോ ആ കാലത്തുണ്ടായിരുന്ന ഒരു ബാലമാസികയുടെ ബാലപംക്തിയിലാണ് സൽസ്വഭാവം എന്ന പേരിൽ ഞാൻ എഴുതിയ ഒരു ചെറിയ ഉപന്യാസം അച്ചടിച്ചു വന്നത്. എൻ്റെ ആദ്യത്തെ പുസ്തകം
ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പുറത്തു വന്നു. 19 വയസ്സുള്ളപ്പോഴാണ് ഫ്രാൻസിലൊരു അന്തർദേശീയ വിദ്യാർത്ഥി സമ്മേളനത്തിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ അംഗമായി ഞാൻ പോകുന്നത്. അവിടുന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. ഒരു പരമ്പരയാണ് എഴുതിയത്. ആ കാലത്ത് അധികം പത്രങ്ങളില്ല. കേരള ഭൂഷണത്തിൻ്റെ വാരാന്ത്യ പതിപ്പിലാണ് എഴുതിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് DC അന്ന് ജനറൽ മാനേജറും കാരൂർ സെക്രട്ടറിയാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ. അവരത് പബ്ലിഷ് ചെയ്തു. ഞാൻ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ആ പുസ്തകം പുറത്തു വന്നു. അപ്പോൾ എല്ലാം കൂടെ 35 പുസ്തകമായി. അപ്പോൾ അവിടെ എഴുത്തും വായനയും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് പെൻഷനായി കഴിഞ്ഞിട്ടും ഒരു വെറുതെ ഇരിക്കുന്നു, ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് തോന്നില്ല. ജീവിക്കണമെന്ന് ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് വലിയ മോഹമൊന്നുമില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈശ്വരൻ്റെ നിയോഗമനുസരിച്ച് ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കാം. പിന്നെ കിടന്ന് മരിക്കാനിടയാകരുത്, മരിച്ചു കിടക്കണമെന്നൊരു മോഹമുണ്ട്. സാറിന് ഈ ഭാര്യയെക്കുറിച്ച് പലപ്പോഴും വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് പലർക്കും എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു വിയോഗം പലപ്പോഴും ഒരു ശൂന്യത സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ആ കാലത്ത് എഴുതിയതല്ലേ. ഭാര്യയെക്കുറിച്ച് അഫെക്ഷൻ കൂടാതെ എഴുതലെങ്ങനെയാ? അത് വളരെ പ്രത്യേകതയുള്ളൊരു ബന്ധമല്ലേ. എൻ്റെ അച്ഛനൊരു വൈദികനായിരുന്നു. വൈദികൻ കൂടെയായിരുന്നു, ഹെഡ് മാസ്റ്ററായിരുന്നെങ്കിലും. അപ്പം അവിടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോയി വലിയ ആളിലായി. അവർ എറണാകുളത്ത് ഒരു ഫ്ലാറ്റോ വീടോ വാങ്ങിച്ച് അമ്മച്ചി അവിടെ കൊണ്ട് താമസിപ്പിച്ചു. മക്കളൊക്കെ ദൂരെയാണ് എങ്കിലും അവരുടെ കഷ്ടപ്പാടൊന്നുമില്ല, ജോലിക്കാരും ഒക്കെ ഉണ്ട്, സന്തോഷമായിട്ട് കഴിയാണ്. എന്നാൽ അച്ഛനൊരിക്കൽ എറണാകുളത്ത് പോയപ്പോൾ ഈ അമ്മയെ കാണാൻ പോയി, ഈ തള്ളയെ. അപ്പോൾ അവർ നല്ല ഒരു വർത്തമാനമൊക്കെ പറയാൻ പിടിക്കുകയായിരുന്നിരിക്കണം. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ പിന്നെ ചേച്ചിക്ക് സുഖമാണല്ലോ, പിള്ളേരെല്ലാം കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ എന്നൊക്കെ. അച്ഛനും വലിയ സംഭാഷണ പ്രിയനായിരുന്നു. അന്നേരം ഈ തള്ള പറഞ്ഞു, അച്ഛാ എനിക്ക് എല്ലാം കൊണ്ടും സുഖമാണ്. പിന്നെ അതിയാനുണ്ടായിരുന്ന കാലത്ത് ഈ രാത്രി ഒരു 8:30-8:45 കയറി ഇങ്ങോട്ട് വന്നിട്ട് തലമുടിക്ക് കുത്തിപ്പിടിച്ച് കഴിവേറുടെ മുകളിൽ നിന്ന് വിളിച്ച് പുറത്ത് 2 ഇടി പതിവുണ്ടായിരുന്നു. അത് മാത്രം ഇപ്പോൾ കിട്ടുന്നില്ല. അതാണ് ജീവിതത്തിൽ ഇപ്പോൾ അപൂർണതയായിട്ട് അനുഭവപ്പെടുന്നതെന്ന് ആ സ്ത്രീ പറഞ്ഞായിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് ജീവിതത്തിൻ്റെ ലൈംഗിക ഭാവവുമായിട്ടൊന്നും അതിന് വലിയ ബന്ധമൊന്നുമില്ല. ബന്ധമുണ്ട്, അതിൻ്റെ ആരംഭകാലത്ത് ബന്ധമുണ്ട്. അത് നിലനിർത്തുന്നത് കുടുംബജീവിതത്തിലെ ലൈംഗികതയാണ്. അതൊക്കെ ഞാൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ അതൊരു അല്പസമർപ്പണത്തിൻ്റെ ബന്ധമായതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരാൾ പോകുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്നൊരു പ്രയാസം. പക്ഷെ അതൊക്കെ അതിൻ്റെ പേരിലൊക്കെ പുറകോട്ട് തിരിഞ്ഞ് നിൽക്കാനൊന്നും മനുഷ്യന് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. ജീവിതം മുമ്പോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഭാര്യയെക്കുറിച്ച് എഴുതിയെന്നൊക്കെ പറയുന്ന അവർ ആ എഴുതിയത് കൊണ്ടൊക്കെയാണ് ഞാനത് ഓവർകം ചെയ്തത്. ഇപ്പോൾ അവരുടെ ഒരു സൂപ്പർ ലൈഫ് സൈസ് ഒരു പടം അകത്തിരിപ്പുണ്ട്. ദിവസവും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആണ്ടിലൊരിക്കൽ മരിച്ച ദിവസം പള്ളി ഖുർആനിലിരിക്കാറുണ്ട്. ഇപ്പം അവരൊരു മലാഖയായില്ലേ. ഇനിയിപ്പോൾ അത് ഓർത്ത് വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ജീവിതം വായനയും എഴുത്തുമൊക്കെ ആയിട്ടൊക്കെ പോകും. ഔദ്യോഗിക ജീവിതത്തിലെ ഓർമ്മകൾ, ഈ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ കുറെ ഉണ്ടാവുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഒരുപാടുണ്ടല്ലോ. അതിലിപ്പോൾ ഈ നമ്മുടെ സരിത ഉമ്മൻചാണ്ടിയുടെ ആഫീസിൻ്റെ പേര് പറയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കഥയുണ്ട്. ഞാൻ സബ് കളക്ടറായിരുന്ന കാലത്ത് കൊല്ലത്ത് സബ് കളക്ടറായിട്ടാണ് തുടങ്ങിയത്. ആദ്യം സർ ടി മാധവറാവു ഇരുന്ന കസേരയിലിരുന്നാണ് ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് അവസാനം പിരിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോലെയായിരുന്നു. അദ്ദേഹത്തെ പിരിച്ചുവിടുകയും അദ്ദേഹത്തിന് ആലുവാമൊഴി വരെ നടന്നു പോകേണ്ടി വന്നു. കാരണം പിരിച്ചുവിട്ട് വണ്ടി കൊടുത്തില്ല പോകാനായിട്ട്. അതുപോട്ടെ, അത് വേറെ കഥ. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കഥാപാത്രമുണ്ട്, ഒരു രാഷ്ട്രീയക്കാരൻ. ആ ഒരു അലവലാതി ടൈപ്പാണ്, അയാളെ അടുപ്പിക്കരുത് എന്നൊക്കെ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഒരു ഉപദേശമൊക്കെ കിട്ടിയിരുന്നു.
ഒരു ദിവസം രാത്രി ഇയാൾ എന്നെ ഫോണിൽ വിളിച്ചു, വീട്ടിൽ 8:30 മണിക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ ആ സമയത്ത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല, എന്നാ എനിക്ക് വയസ്സ് 25 ഉള്ളൂ. അപ്പോൾ അയാൾ എന്തോ ശുപാർശ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ആ സമയത്ത് വീട്ടിൽ എല്ലാം പറയാനുണ്ടെങ്കിൽ നാളെ ആഫീസിൽ ഒന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഞാൻ ദേഷ്യപ്പെട്ട് പറയാണ്. അയാൾ ഇങ്ങോട്ട് പറയുന്നതിനകത്ത് ഈ ദേഷ്യത്തിലുള്ള യാതൊരു പരിഭവം ഇല്ലെന്ന് മാത്രമല്ല, ഇത് കേൾക്കാത്ത പോലെ എന്നോട് സ്നേഹമായിട്ട് സംസാരിക്കുക. കുറച്ചുകൂടെ എന്നോട് ചോദിക്കുകയാണ് ഇയാൾ, വൈഫിൻ്റെ പനിയൊക്കെ കുറഞ്ഞല്ലോ അല്ലേന്ന്. അപ്പോൾ ഞാൻ വൈഫിന് പനിയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ സാറിന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ചുറ്റും ആൾ നിൽപ്പുണ്ട്, സബ് കളക്ടറുമായിട്ട് ഇത്രയും അടുപ്പമാണെന്നും സബ് കളക്ടറുടെ ഭാര്യയ്ക്ക് പനി വന്നാലും ഇയാൾ അറിയുമെന്നും ആളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ഈ സരിതാ നായർ ചെയ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സബ് കളക്ടറായിരുന്ന കാലത്തെ ആ അനുഭവമാണ് എനിക്ക് ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. മുഖ്യമന്ത്രിയുടെ മൊബൈൽ ഫോൺ ഉള്ള അതേ ടവറിൻ്റെ പരിധിയിൽ വെച്ച് നമുക്ക് പൈസ കൈമാറാമെന്ന് അവർ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിയല്ല. പക്ഷേ ഇതൊക്കെയാണ് ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഔദ്യോഗിക ജീവിതത്തിലെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഇപ്പം ഈ സൗരോർജ്ജവും സരിതോർജ്ജവും ഒക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ കുണ്ടറക്കാരൻ നേതാവിനെ ഓർമ്മ വന്നതാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് തെറി പറഞ്ഞിട്ട് യാതൊരു കുലുക്കവും ഇല്ലെന്ന് മാത്രമല്ല വലിയ സ്നേഹമായിട്ട് ഇങ്ങോട്ട് തന്നു. അവസാനം ഒരു സൂക്കേടും ഇല്ലാതിരിക്കുന്ന ഭാര്യയുടെ പനി കുറച്ചു തന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരുപാട് പേരെ കണ്ടാണ് ഈ വയസ്സ് വരെ എത്തിയത്. അതാണ് ഔദ്യോഗിക ജീവിതത്തിൽ വളരെ. പിന്നെ ഞാൻ ഈ മനുഷ്യരോടൊക്കെ വർത്തമാനം പറയാനൊക്കെ എനിക്ക് വിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്, ഇതുപോലെ തന്നെ കൊല്ലത്ത് സബ് കളക്ടറായിരുന്നു. 67-ലെ തെരഞ്ഞെടുപ്പിൽ അയാളുടെ പേര് ഞാൻ മറന്നുപോയി. ഒരാൾ സ്വതന്ത്ര സ്ഥാനത്തെടുത്ത് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു. നോമിനേഷൻ കൊടുക്കാൻ വരുന്നതിന് മുമ്പ് എന്നോട് വന്ന് ചോദിച്ചു, സാറേ ഏത് ചിഹ്നം എടുക്കണം? അപ്പോൾ അന്നൊക്കെ ഈ ചിഹ്നങ്ങൾ ഉണ്ടല്ലോ പാർട്ടിയുടെ എല്ലാം. അപ്പം അത് ഏത് ചിഹ്നം എടുത്താലാണ് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ ഒരു മണിക്കൂർ ഞാൻ ആ മനുഷ്യന് വേണ്ടി ചിലവഴിച്ചാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്കൊരു ഹാസ്യമായിട്ടാണ് തോന്നിയത്, ഇങ്ങനെ വളരെ ഗൗരവമായിട്ട്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനൊരു സബ് കളക്ടറാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് എന്നൊക്കെ ഉള്ള ഒരു അകൽച്ചയൊന്നും കൂടാതെ, അതും RDO പോലും അല്ല, അതിനേക്കാളും കളക്ടറുടെ കൂടെ നടക്കുന്ന സബ് കളക്ടറല്ലേ. അപ്പോൾ അയാൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നി. എന്നോട് ചോദിച്ചാലാണ് ഏത് സിമ്പിളാണ് ഇലക്ഷൻ എടുക്കേണ്ടതെന്നേ. അങ്ങനെ അവിടെ സബ് കളക്ടറായിരുന്നപ്പോൾ ഉണ്ടായ വേറൊരു സംഭവം, അവിടെ ഒരു കുരിശുപള്ളി പണിയുന്നത് നിർത്തി വെച്ചു എന്നുള്ളതാണ്. അത് വലിയൊരു രസമാണ്. ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടത്. ഞാനൊരിക്കൽ പോകുമ്പോൾ ആ കുണ്ടറ കഴിഞ്ഞിട്ട് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴിക്ക് ഇപ്പം വളവ് കുറച്ച് നിർത്തിയിട്ടുണ്ട്. 2 90 ഡിഗ്രി കർവായിരുന്നു ആ റെയിൽവേ ഓവർ ബ്രിഡ്ജ് പോലെ വന്നിട്ട്. അവിടെ ഞാനതിൽ പോകുമ്പോൾ ഒരു കെട്ടിടം ഇങ്ങനെ പണിതാണ്. വണ്ടി നിർത്തിയത് ആരാണ് ഇവിടെ പണിയുന്നത് വഴിയരികിൽ, അപ്പുറത്തുനിന്ന് വണ്ടി വന്നാൽ കാണൂല്ലോ എന്നോട് നോക്കിയപ്പോൾ അവിടെ ഒരു കപ്പള പണിയുക, കുരിശുപള്ളി. ഞാനപ്പം തന്നെ ജോലിക്കാർക്ക് പണി നിർത്താൻ പറഞ്ഞു. അവരുടെ നേരെ പോയി തഹസിൽദാരുടെ അടുത്ത് ഓർഡറും കൊടുത്ത് സ്റ്റേ ചെയ്യിപ്പിച്ചു. സ്റ്റേ ചെയ്യിച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ട് വിവരം പറഞ്ഞ് അവിടുത്തെ ബിഷപ്പ്, ഞാൻ പോകുന്ന പള്ളിയിലെ ചുമതലക്കാരായ ബിഷപ്പാണ്, അദ്ദേഹം എന്നെ വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി അത് പ്രയാസമാണ് ഉത്തരവ് മാറ്റാൻ. കാരണം അവിടെ ഒരു കുരിശ് വന്നാൽ അപകടങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. അപ്പുറത്തുനിന്ന് വണ്ടി വന്നാൽ കാണൂല, അതുകൊണ്ടൊക്കെയാണ് നോക്കിയത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവിടെ വിട്ടു. അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ആ കാലത്ത് CM സ്റ്റീഫൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും സാധാരണ ഈ ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ആൾ R ബാലകൃഷ്ണപിള്ള. പ്രസിഡന്റ് ഭരണകാലമാണ്. എങ്കിലും ബാലകൃഷ്ണപിള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവും മുടുക്കനുമൊക്കെ ആണല്ലോ. അദ്ദേഹം കളക്ടറോട് വിളിച്ചു പറഞ്ഞ് കളക്ടർ സ്റ്റേ ചെയ്തു. കളക്ടർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ വിവരം അറിഞ്ഞപ്പോൾ ഈ ബിഷപ്പ് എന്നോട് പറഞ്ഞു, നീ ദ്രോഹം ചെയ്തെങ്കിലും തക്ക സമയത്ത് സഹായിക്കാൻ ദൈവം ഒരു പട്ടരെയും ഒരു നായരെയും ഒരുക്കി നിർത്തിയിരുന്നു. അത് നാരായണസ്വാമി കളക്ടറാണ്, പട്ടര് ബാലകൃഷ്ണപിള്ളയാണ് നായർ. അത് അവർ പിന്നെ പണിത് ഉയർത്തി ഇപ്പം അത് മാറ്റി എന്നുള്ളതാണ്.
ഇപ്പോൾ റോഡ് ഇന്നാളെ ഞാൻ പോയപ്പോൾ അത് അവിടെ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പഴയ കാലം കുറേ ആയില്ലേ. അതൊക്കെയാണ് ആ കാലത്തെ ഓർമ്മകൾ. ഒരുപാട് മുഖ്യമന്ത്രിമാരുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള രംഗമുണ്ട്. എന്താ ഈ കരുണാകരനെയൊക്കെ ആന്റണി, അതുപോലെ അവരുമായിട്ടുള്ള ഒരു വർക്കിംഗ് പാറ്റേൺ. വർക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഞാൻ സർവീസിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ 3 മുഖ്യമന്ത്രിമാരുമായിട്ടും എനിക്ക് മുഖ്യമന്ത്രിമാരെന്നുള്ള നിലയ്ക്ക് അടുത്തിടപഴകേണ്ടി വന്നില്ല. കാരണം ആദ്യത്തെ മുഖ്യമന്ത്രി പട്ടംനാണ് പിള്ളയും, രണ്ടാമത്തേത് ആർ ശങ്കറുമായിരിക്കുമ്പോൾ ഞാൻ ജൂനിയർ എഞ്ചിനീയറും എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനുമാണ്. മുഖ്യമന്ത്രിയെ കാണേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രസിഡന്റ് ഭരണം കഴിഞ്ഞ് 67 EMS 2ാം ഊഴം വന്നപ്പോൾ ഞാൻ സബ് കളക്ടറാണ്. അപ്പോൾ അന്നേരം ഒരു നേരിട്ട് അങ്ങനെ തിരുവനന്തപുരം സബ് കളക്ടർക്ക് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഇടപാടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇടപെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആദ്യത്തെ ആൾ അച്യുതമേനോനാണ്. അദ്ദേഹം വളരെ മാന്യനും ബുദ്ധിജീവിയും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അച്യുതമേനോൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ കരുണാകരൻ, PKV, AK ആന്റണി, CH നായനാർ, ഇത്രയും പേരാണെന്ന് ഓർമ്മയുള്ളൂ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്ലസ് പോയിന്റ് ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ഞാനത് പറയുന്നില്ലെങ്കിലും ഞാൻ സർവീസിൽ നിന്ന് പിരിയുന്നത് വരെ ഞാൻ കണ്ട മുഖ്യമന്ത്രിമാർക്കെല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറൊന്ന് എന്ന് പറയത്തക്കവണ്ണമുള്ള നന്മകൾ, സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നായനാർ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ നർമ്മബോധം, അദ്ദേഹത്തിൻ്റെ സുതാര്യത, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ ലാളിത്യം. അച്യുതമേനോൻ എല്ലായിടത്തും റാങ്ക് വാങ്ങിച്ച് ജയിച്ച മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ സ്വാധീനം, മലയാള ഭാഷാ സ്വാധീനം, അദ്ദേഹം കോൺഫറൻസ് നടത്തുന്ന രീതി, അദ്ദേഹം മറ്റുള്ള ആളുകളുടെ കഴിവുകൾ കൂടുതൽ പുറത്ത് കൊണ്ടുവരത്തക്കവണ്ണം അവരെ എൻകറേജ് ചെയ്യുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. NK ബാലകൃഷ്ണൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങേര് ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊഴിച്ച് വേറെ ആരും തർക്കിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല മനുഷ്യനായിരുന്നു. കാസർഗോഡ് ആ ഭാഗത്ത് എവിടെയാണ്. ആ മനുഷ്യനാണ് അച്യുതമേനോൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്താണ് കേരളത്തിൽ അതിനേക്കാൾ വലിയ കൊമ്പന്മാരിരുന്നിട്ട് നടക്കാത്തൊരു സംഗതിയാണ് ചെയ്തത്. എല്ലാ പഞ്ചായത്തിലും ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രി, ഒന്നുകിൽ അലോപ്പതി, അല്ലെങ്കിൽ ആയുർവേദം, അല്ലെങ്കിൽ സിദ്ധ, അല്ലെങ്കിൽ ഹോമിയോ. ഇത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാണെന്ന് പറഞ്ഞാൽ ആരാ? NK ബാലകൃഷ്ണ. NK ബാലകൃഷ്ണനെ കൊണ്ട് പോലും ഇതുപോലെ പ്രയോജനകരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ മാർക്സിസ്റ്റ് മന്ത്രിസഭയിലൊക്കെ നമ്മൾ കണ്ട അങ്ങനെയല്ല. ഒരു മന്ത്രിക്ക് കഴിവുണ്ടെങ്കിൽ അയാളെ പുറകോട്ട് വലിക്കുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അതാണ് അച്യുതൻ്റെ വ്യത്യാസം. കരുണാകരൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഒന്ന്, വളരെ ക്വിക്ക് ഡിസിഷനായിരിക്കും. ഈ ക്വിക്ക് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ 100 തീരുമാനം എടുക്കുമ്പോൾ അതിലൊരു 90 തീരുമാനം അങ്ങോട്ട് എടുത്താലും ഇങ്ങോട്ട് എടുത്താലും ഒരുപോലെ ഇരിക്കും. പിന്നെ ഒരു 5 തീരുമാനങ്ങൾ അങ്ങോട്ടെടുത്താലും ഇങ്ങോട്ടെടുത്താലും ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇങ്ങോട്ടെടുക്കുന്നതാണ് നല്ലത് എന്ന് ആളുകൾക്ക് തോന്നാവുന്ന ഒരു വ്യത്യാസം വരാം. പിന്നത്തെ ഒരു 5% ആകെ ഈ വ്യത്യാസം വരണത്. അവിടെ വേഗം തീരുമാനം എടുക്കുക, വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ പിന്നെ വയസ്കര മൂസിന് പശുവിനെ അടിക്കാൻ ഒക്കില്ല, കാരണം നോക്കണിടത്തൊക്കെ മർമ്മമാണ്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ കരുണാകരൻ്റെ ആജ്ഞാശക്തി, പിന്നെ അത് ഭയങ്കര കോമൺ സെൻസ് അല്ലേ. കരുണാകരൻ്റെ കോമൺ സെൻസിന് ഉദാഹരണമായ രാഷ്ട്രീയക്കാരുടെ പൊതുവേ ഉള്ളതിന് ഉദാഹരണമായി ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഞാൻ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയും ടൂറിസം എല്ലാം കൂടെ വഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നിരിക്കാം. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഒരു ശില്പി എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അന്ന് കനകക്കുന്ന് ഇതുപോലൊന്നും ആയിട്ടില്ല, ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ശില്പി എൻ്റെ അടുത്ത് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. 100 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അർത്ഥകായ പ്രതിമ ഉണ്ടാക്കി കനകക്കുന്നിൻ്റെ ചെരുവിൽ റോഡിനെ ഫേസ് ചെയ്ത് വെച്ചാൽ വളരെ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെന്നുള്ള നിലയ്ക്ക് ഞാൻ ഉടനെ ആലോചിച്ച 2 ഒബ്ജക്ഷൻസാണ്. ഒന്ന്, ഇത് ഒരു ശില്പി തന്നെ കൊണ്ടുവരുന്ന ആശയമാണ്.
നമ്മുടെ ഒരു ആശയം വന്നിട്ട് ഏത് ശില്പി ചെയ്യുമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ ശില്പിക്ക് എന്ത് റേറ്റ് വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിന് പകരം ഒരാൾ സ്വന്തം പ്രപ്പോസലുമായിട്ട് വരുന്ന അംഗീകരിക്കുകയാണ്. അതിന് വിമർശനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ച വിഷയം. ഞാൻ രണ്ടാമത് ആലോചിച്ച വിഷയം, ഈ ഭ്രാന്താലയത്തിൽ 100 സ്വാതന്ത്ര്യ സമര സേനാനികളെ എടുക്കുമ്പം നായർ എത്ര, ഈഴവൻ എത്ര, മുസ്ലിം എത്ര, മലബാർ എത്ര, കൊച്ചി എത്ര, തിരുവിതാംകൂർ എത്ര എന്നൊക്കെ നോക്കി അവസാനം ഇത് കുഴപ്പത്തിൻ്റെ പുറത്ത് കുഴപ്പമാവില്ല, അങ്ങനെ 100 പേരെ തിരഞ്ഞെടുക്കും. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. അന്ന് വൈകിട്ട് VJT ഹാളിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഒരു മന്ത്രി അധ്യക്ഷൻ, മുഖ്യമന്ത്രി ഉദ്ഘാടനം, ഞാൻ അവിടെ ഉണ്ട് വകുപ്പ് സെക്രട്ടറി എന്നുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി അവിടെ ആയിരുന്നിരിക്കും. അപ്പോൾ ഈ മന്ത്രി അവരോട് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ CM-ൻ്റെ അടുത്ത് ആയിരുന്നു. അപ്പോൾ CM-നോട് ഞാൻ ഈ കഥ പറഞ്ഞു, ഇങ്ങനെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് ലീഡർ. അപ്പോൾ എന്നോട് വലിയ ഇഷ്ടമാണ്, ഞാൻ ലീഡറെ എന്നാണ് വിളിക്കുന്നത്. ജനങ്ങളൊക്കെ ഉള്ളപ്പോൾ CM സാറെന്നൊക്കെ പറയുമെങ്കിലും ഈ പ്രപ്പോസലോട് പറഞ്ഞു എൻ്റെ വായിൽ നിന്ന് മുഴുവൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുകൂടെ ചോദിച്ചാൽ പറഞ്ഞില്ല. ആ സ്റ്റേജിൽ ആലോചിക്കേണ്ടി വന്നില്ല ആ മനുഷ്യന്. അദ്ദേഹം പറഞ്ഞു, ആ വേഷമായിരിക്കുന്നത് സെമിത്തേരി പോലെ ഇരിക്കുന്നു. അതാണ് കോമൺ സെൻസ്. ഓർത്തതൊക്കെ ശരിയല്ലേ? 100 ആ കനകക്കുന്നിൻ്റെ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ കാണുന്ന ആ ചെരുവിലാണ് ഈ പറയുന്നത്. 100 മനുഷ്യരുടെ അർത്ഥകായ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചാൽ 2.5 അടി പൊക്കത്തിൽ ഷവക്കോട്ടയിൽ ഈ മാർബിൾ കല്ല് കുത്തിവെച്ച് നിർത്തിയിരിക്കുന്നത്, മീശാങ്കല്ലുകൾ നിർത്തിയിരിക്കുന്നത് പോലെ നല്ല നിലാവുള്ള രാത്രി മനുഷ്യൻ പിന്നെ പോട്ടാവും. അദ്ദേഹം എടുത്ത വായിക്കൊരു നല്ല സെമിത്തേരി പോലെ ഇരിക്കുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധി. അദ്ദേഹത്തിന് ആകെ ഒരു അബദ്ധം പറ്റിയെന്ന് പറയാവുന്നത് അവസാന കാലത്ത് ധൃതരാഷ്ട്രരായി പോയി എന്നുള്ളതുകൊണ്ടാണ്. അതിനാ ഒരു ചെറിയ വിനാശകാല വിപരീത ബുദ്ധി എന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ കോൺഗ്രസ് വിടുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലത്തെ പരിപാടി. അല്ലെങ്കിൽ കരുണാകരനെങ്ങനെയാണ് കോൺഗ്രസ് വിടുന്നത്? അതൊക്കെ വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള ഒരേ ഒരു പ്രമാണം കൊണ്ട് മാത്രം വ്യാഖ്യാനിക്കാവുന്ന ഒരു അബദ്ധം അദ്ദേഹത്തിന് അവസാനം പറ്റിയെന്നുള്ളത് ശരിയാണെങ്കിലും സാമാന്യ പ്രതിഭാശാലിയും ആജ്ഞാശക്തിയുള്ള ആൾ, തീരുമാനങ്ങളെടുക്കാൻ മിടുക്കൻ, അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ആരെങ്കിലും വന്ന് കളിക്കുമോ? അദ്ദേഹത്തിൻ്റെ ആഫീസിൽ ഇപ്പോൾ ഈ ജോപ്പൻ ഷൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അവനത് ചെയ്തോട്ടെ എന്ന് അദ്ദേഹം മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കും, അല്ലെങ്കിൽ അപ്പം ഒട്ടുവാണ്. അദ്ദേഹത്തിന് ആശ്രിത വാത്സല്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ എന്തൊക്കെ ചെയ്താലും അദ്ദേഹം ആ സൈഡൊക്കെ ആദ്യം കൂടെ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ അതിന് ഗുണഭോക്താവാണ്. ഞാനും അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് 3 കാര്യത്തിൽ വഴക്കിടായിട്ട് 3നും ചീഫ് സെക്രട്ടറി മുട്ടുകുത്തിച്ചു. കാരണം മുഖ്യമന്ത്രി എൻ്റെ സൈഡിലായിരുന്നു, പിന്നെ മുട്ടുകുത്താതിരിക്കണ കാര്യം. അതിൽ 2 ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 1 എഴുതാൻ മറന്നുപോയി. ഈ പുസ്തകം ഓർമ്മയിൽ എഴുതിയതായതുകൊണ്ട് 3ാമത്തെ കാര്യം മറന്നുപോയി. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ആശ്രിത വാത്സല്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു ന്യായം ചെന്ന് പറഞ്ഞാൽ എന്നോടുള്ള വാത്സല്യമാണ്. കാരണം എൻ്റെ ബാല്യകാലത്ത് ഞങ്ങളുടെ പെരുമ്പാവൂർ പ്രദേശമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ അവിടെ ഈ കോൺഗ്രസ്സുകാരുടെ യോഗത്തിനൊക്കെ വന്നാൽ അന്ന് ഈ പനമ്പള്ളിയിൽ താഴെയുള്ള ആർക്കും കാറ് കൊടുക്കില്ല, ബസ്സിൽ വന്നോളണം. അപ്പോൾ ആ കാലത്ത് ഇപ്പോഴത്തെ പോലെ രാത്രി വണ്ടിയൊന്നുമില്ലല്ലോ, ഒരു സന്ധ്യ ആകുമ്പോൾ ലാസ്റ്റ് വണ്ടി പോവും. എന്ന് മാത്രമല്ല, ഈ തൃശ്ശൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ കാലടി പാലമില്ല. അപ്പോൾ താന്നപ്പുഴ കടത്ത് കടന്ന് വേണം തൃശ്ശൂർക്ക് പോകാൻ. അപ്പോൾ സന്ധ്യയ്ക്ക് കരുണാകരനൊക്കെ വന്നാൽ അവിടെ നാട്ടിൽ കിടക്കുക നിർത്തിയുള്ളൂ. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ ഞങ്ങളുടെ വീടാണ് ഏറ്റവും അടുത്തുള്ളത്. പിന്നെ അവിടെ പിന്നീട് MLA ആയ ഡോക്ടർ KM ജോഗ്, ഈ 2 വീട്ടിലൊരു വീട്ടിലായിരിക്കും ഈ വരുന്ന പ്രസംഗക്കാരൊക്കെ താമസിക്കുക. അപ്പോൾ ഇദ്ദേഹം അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് കിടക്കാൻ വേണ്ടി ഞാൻ കട്ടിലൊഴിഞ്ഞിട്ട് നിലത്ത് കിടന്നിട്ടുള്ള ഒരു കൊച്ചു കുട്ടി എന്നുള്ള നിലയ്ക്ക്. അപ്പം അന്ന് മുതലുള്ള അറിവാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ അത് കഴിഞ്ഞിട്ട് എനിക്കും ഓർമ്മയുണ്ടായി, എനിക്കൊരു വിദൂരമായ ഓർമ്മ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും അറിഞ്ഞുകൂടായിരുന്നു. IAS കിട്ടി അദ്ദേഹം MLA ആയിട്ടൊക്കെ ഇരിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടൊക്കെ അസംബ്ലി കമ്മിറ്റിയിലൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല, ഞാനും ഓർത്തില്ല ഈ പഴയ കാലത്ത് ഉണ്ടായിരുന്ന പരിചയമൊക്കെ. പിന്നെ പരിചയം പുതുക്കാരുണ്ടായ സന്ദർഭം അതിനേക്കാൾ രസമായിരുന്നു. അദ്ദേഹം 71-ലോ മറ്റോ ആണല്ലോ മന്ത്രിയായി, ആഭ്യന്തരമന്ത്രിയായി. മന്ത്രിയായിട്ട് അവിടെ എന്താ പരിപാടിക്ക് പോയപ്പോൾ വീട്ടിൽ ചെന്നു. ആ വഴി പോയപ്പോൾ ഇതാണ് ഹെഡ് മാസ്റ്റർ വീടെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. അപ്പോൾ വർത്താനം പറഞ്ഞു, മക്കളൊക്കെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ ഒരു മകൻ നിങ്ങളുടെ കീഴിൽ കളക്ടറാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ പഴയ. പിന്നെ അദ്ദേഹം എന്നെ കോട്ടയത്ത് വന്നപ്പോൾ എന്നെ വിളിപ്പിച്ച്, അതോ ഞാൻ കോട്ടയത്ത് വന്നപ്പോഴാണ് എന്നെ വിളിപ്പിച്ച്
എന്താണ് പിള്ളേർക്കൊന്നും വിവരമില്ലേ, വന്ന് കാണണ്ടേ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുണ്ടല്ലോ. അങ്ങനെയാണ് ആ ബന്ധം വീണ്ടും പുതുക്കിയെടുത്തത്. സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയാണ് ഇത്രയും കാലത്തെ സർവീസിനിടയിൽ? അല്ല, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. മന്ത്രിമാർ ഒരു പേരിൽ ഒതുക്കാൻ ഒക്കില്ല. കാരണം ഞാൻ വർക്ക് ചെയ്ത മന്ത്രിമാർ മിക്കവാറും എല്ലാവരും തന്നെ മിടുക്കന്മാരായിരുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ മന്ത്രി KR ഗൗരി, രണ്ടാമത്തെ മന്ത്രി TV തോമസ്, മൂന്നാമത്തെ മന്ത്രി MN ഗോവിന്ദൻ നായർ, പിന്നെ PS ശ്രീനിവാസൻ. ആരാ മോശം? KM മാണി. മാണി അങ്ങനെ എൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് മാണിക്ക് ചെറുപ്പമായിരുന്നു. എങ്കിൽ പോലും മാണി ഒരു പ്രഗത്ഭനായ മന്ത്രിയല്ലേ. പിന്നെ എന്നേക്കാൾ പ്രായക്കുറവും കാര്യമൊക്കെ ആണെങ്കിലും ജേക്കബ് കൊടുക്കുന്നത്, TM ജേക്കബ്, ബേബി ജോൺ. ഞാൻ കളക്ടറായിരുന്ന കാലം മുഴുവൻ അദ്ദേഹമായിരുന്നു റവന്യൂ മന്ത്രി. പ്രഗത്ഭന്മാരല്ല മന്ത്രിമാർക്ക്. നമുക്ക് ഇഷ്ടംപോലെ നല്ല മന്ത്രിമാരെല്ലാ മന്ത്രിസഭയിലും ഉണ്ടായിട്ടുണ്ട് മിക്കവാറും. ദൂരാനുഭവം എൻ്റെ നേരിട്ട് മന്ത്രിമാരായിട്ടൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു മന്ത്രിയോട് ഞാനൊരിക്കൽ പറഞ്ഞു, അങ്ങ് എന്നെ ഇവിടുന്ന് മാറ്റിയാൽ ഞാൻ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യിക്കാൻ ശ്രമിക്കില്ല. അങ്ങക്ക് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ തന്നെ മാറ്റം വേണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് എഴുതി കൊടുക്കാം. പക്ഷേ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്താൽ ഞാൻ ഇട്ടേച്ച് പോകുമെന്ന് വിചാരിച്ച് അങ്ങേക്ക് തെറ്റിപ്പോയി, ഞാനിവിടെ ഇരുന്നേ പോവുള്ളൂ. അങ്ങനെയൊക്കെ പറയേണ്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ വിരളമാണ്. മന്ത്രിമാരുമായിട്ട് അങ്ങനെ വലിയ ഉടക്ക് ഡയറക്റ്റായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവന് കുറച്ച് ചില സന്ദർഭങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും എന്നല്ലാണ്ട് ഒരു ഉടക്കനുള്ള സന്ദർഭമൊന്നും. ഒന്നാമത്തെ കാര്യം ഇതിനകത്തൊക്കെ അവർക്കും അറിയാമല്ലോ പറഞ്ഞാൽ എന്തോരം നടക്കുമെന്ന്. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാനൊന്നും വരില്ല. R ബാലകൃഷ്ണനുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന കാലം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അങ്ങനെ മടങ്ങുമ്പം പുതിയ ആൾ വരുന്നവരെയാണ് എനിക്ക് ഈ ചാർജ് തരുന്നത്. അപ്പം അന്ന് അദ്ദേഹം എന്നെ അവിടെ ചോദിച്ച കാര്യം പറയില്ല. ജോയിൻറ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, STA സെക്രട്ടറി ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വിളിച്ച് പറയും. അവരെൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് പ്രശ്നമുണ്ട്, നിങ്ങൾ മിനിസ്റ്ററോട് പറഞ്ഞാൽ മതി, കമ്മീഷണർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണനെ വിടും. പിന്നെ അദ്ദേഹം നിർബന്ധിക്കാറൊന്നുമില്ല. ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹം നിർബന്ധിക്കുകയും ഞാനും അദ്ദേഹവും തമ്മിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ തമ്മിൽ നേരിട്ടല്ല, ഈ ഉദ്യോഗസ്ഥർ വഴി അറിയുന്നു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അത് അഡ്വക്കേറ്റ് ജനറൽ തീരുമാനത്തിന് വിടാം, അദ്ദേഹം പറയുന്ന അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ തീരുമാനം മന്ത്രി അംഗീകരിച്ചു, ഞാനും അംഗീകരിച്ചു. അങ്ങനെ തീർന്നു. അങ്ങനെയൊക്കെ അല്ലാണ്ട് പിന്നെ വലിയ വഴക്കിടുന്ന സന്ദർഭം മന്ത്രിമാരായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ കളക്ടറായിരുന്നപ്പോൾ നേരിട്ട് എൻ്റെ മന്ത്രി അല്ലാതിരുന്ന ആളുകളോട് വഴക്കുണ്ടായിട്ടുണ്ട്. അടിയോടി മന്ത്രിയായിരുന്നു. അടിയോടി വനം വകുപ്പ് മന്ത്രിയായിരിക്കെ ഞാനും അടിയോടിയായിട്ട് വഴക്കുണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എവിടെയെങ്കിലും ഈ കോൺഗ്രസ്സുകാർ കുറച്ച് ഭൂമി കാട് കയ്യേറുക, കൃഷി ചെയ്യുക, പിന്നെ അവർക്കത് പതിച്ചു കൊടുക്കാൻ സ്റ്റെപ്പ് എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാക്കാല്ലേ. 1970 കാര്യമൊക്കെ അല്ലേ പറയണേ. അപ്പോൾ അതൊക്കെ ഒബ്ജക്റ്റ് ചെയ്ത് അവസാനം തന്നെ അവിടെ എക്സ് സർവീസുകാരുടെ അവരിതുപോലെ ഒരു പരിപാടി ചെയ്തു. അപ്പോൾ അവരെ ഇറക്കി വിടണമെന്നായിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളെ കോൺഗ്രസ്സുകാരൊക്കെ ഇറക്കി വിടാൻ എക്സ് സർവീസിന് മാത്രം ഇറക്കി വിടണേ. ഞാൻ ഇറക്കി വിട്ടില്ല. ആ കോളനി ഇപ്പോഴും ഉണ്ട്. അവരവസാനം അവർക്ക് സർക്കാർ അവർക്ക് അനുകൂലമായി തീരുമാനിച്ച് പതിച്ചു കൊടുത്തപ്പോൾ അവരുടെ കോളനിക്ക് എൻ്റെ പേരിട്ടണമെന്നും പറഞ്ഞൊന്നും പട്ടാളക്കാർ അവർ ചതിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കഴുത്ത് നീട്ടി കൊടുത്തു എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ പേര് കൂടെ ഇട്ടാൽ മന്ത്രിയുടെ തെറ്റിദ്ധാരണ ഉറക്കിയല്ലേ ഉള്ളൂ. എന്നാൽ ഭാഗ്യവശാൽ അദ്ദേഹവും പിൽക്കാലത്ത് സ്നേഹിതനായി തീർന്നു. കാരണം അദ്ദേഹത്തോട് ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ അതിൽ ചില സംഗതികൾ ഇടുക്കിയിൽ നടന്നതായതുകൊണ്ട് എൻ്റെ മൊഴി വളരെ പ്രധാനമായതുകൊണ്ട് പിന്നെ അദ്ദേഹം വലിയ സ്നേഹത്തിലായി എന്നോട്.
ചീഫ് സെക്രട്ടറിയുമായിട്ട് വഴക്ക് രണ്ട് ചീഫ് സെക്രട്ടറിമാരായിട്ടാണ് ഉണ്ടായത്. ഒന്ന് അപ്പം ഗോപാലമേനോനായിരുന്നു, അത് സാരമില്ല, പഴയ കാലത്ത് അറിവില്ലായ്മ. പിന്നെ ഗോപാലസ്വാമിയായിട്ട് വഴക്കുണ്ടായി. വഴക്കെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു, അത്ര കാര്യം. ഞാൻ കേവനാണെന്ന് എനിക്ക് തോന്നിയാൽ പോരല്ലോ, എന്നെ കൊണ്ട് ആ പണിക്ക് കൊള്ളൂല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ വിട്ടുകൊടുക്കേണ്ടത് ഞാനും. അന്നത്തെ ബ്യൂറോക്രസിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നത്തേനെ അപേക്ഷിച്ച് നോക്കിയാൽ, ഇന്നത്തെ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ, ഞാൻ ഇറങ്ങിയിട്ട് 12 കൊല്ലമായി. പക്ഷേ സീനിയർ ലെവലിലൊക്കെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് us were fairly independent. ഞങ്ങളുടെ മന്ത്രിമാർ സീനിയർ ലെവലിലൊക്കെ മന്ത്രിമാരുമായിട്ടുള്ളൊരു ഇക്വേഷൻ കൊണ്ട് അങ്ങത് ചെയ്യരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും കാണിക്കുന്ന ആളുകളായിരുന്നു ഭൂരിപക്ഷം. അങ്ങനെ അല്ലാതെ പുറകെ നടക്കുന്ന കൊച്ചാണന്മാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നോടൊരിക്കൽ ഷൺമുഖദാസാണോ ശങ്കരനാരായണപിള്ളയാണോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, ഏതോ ഒരു കോൺഗ്രസ് മന്ത്രി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ അന്നത്തെ വകുപ്പ് സെക്രട്ടറിയെക്കുറിച്ച്, ഈ ഫയലിൽ എന്താണ് എഴുതേണ്ടത് സാറെന്ന് ചോദിച്ചെന്ന്. അങ്ങനെയുള്ള ആളിലൊക്കെ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു. കേട്ട് നിന്ന് കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ശാസിക്കാൻ ആർക്കാ വിഷമം? ഇപ്പം ഞാൻ ഈ കവടിയാർ ജംഗ്ഷനിൽ നിന്ന് ഒരു 4 പേരെ തെറി പറഞ്ഞപ്പം ആരും പരാതിയില്ലാതെ കേട്ടോണ്ട് പോയി എനിക്കും പറയാൻ ഇഷ്ടമല്ല. അങ്ങനെ പരസ്യമായിട്ടൊന്നും ശാസിക്കില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇപ്പം കേശവേന്ദ്രകുമാർ നല്ല പിടിച്ചു നോക്കുകയല്ലേ, ഹയർ സെക്കൻഡറി. പിന്നെ അങ്ങനെയൊക്കെയുള്ള പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ആർച്ച് ബിഷപ്പും ഒന്നിച്ചു നിൽക്കുന്ന ഒറ്റ പോയിന്റ് അതാണ്, അധ്യാപക നിയമനം. ഞാൻ ഇത് MA ബേബി വന്നപ്പോൾ ഞാൻ ബേബിയോട് പറഞ്ഞാണ് ഇതെടുക്കണമെന്ന്. അന്നേരം ബേബിക്ക് ധൈര്യം ഉണ്ടായില്ല, ബേബി തന്നെ വേറെ 2 പരിപാടിക്കൊക്കെ പോയി. അന്ന് ഞാൻ ബേബിയോട് പറഞ്ഞാണ്, മുണ്ടശ്ശേരി മാസ്റ്റർ ഈ 11ാം വകുപ്പ് കൊണ്ടുവന്ന സമയത്ത് സമൂഹം അതിന് പരുവപ്പെട്ടിരുന്നില്ല. ഇറ്റ് വാസ് ഹെഡ് ഓഫ് ദ ടൈം. ശമ്പളം കൊടുക്കുന്ന സർക്കാരായതുകൊണ്ട് നിയമനത്തിന് സർക്കാരിന് വേണം. പിന്നെ തന്നെയല്ല, അന്ന് ശമ്പളം സർക്കാരിലും പ്രൈവറ്റിലും വേറെ വേറെ ശമ്പളമായിരുന്നു കൊടുക്കുന്നത് സർക്കാരാണെങ്കിലും. അവിടെ ബേബി വന്നപ്പോൾ ഞാൻ ബേബിയോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ സമൂഹം പരുവപ്പെട്ടിരിക്കുകയാണ്. ഈ മാനേജർമാർ പള്ളിയായാലും SNDP ആയാലും NSS ആയാലും കാശ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ മാനേജറായാലും അവർ കൈക്കൂലി വാങ്ങിച്ച് ആളുകളെ നിയമിക്കുന്നത് കണ്ട് ജനം മടുത്തിരിക്കുക. അതുകൊണ്ട് ഇപ്പം നിങ്ങളെടുത്താൽ ഈ മുണ്ടശ്ശേരിക്കുണ്ടായ ഒബ്ജക്ഷനൊന്നും ഉണ്ടാവില്ല, സംഘടിതമായ ഒബ്ജക്ഷനുമായിട്ട് ആളുകൾ വരും, അല്ലാണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ അത് ബേബിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രയോറിറ്റി ആയില്ല. അതാണ് ഇപ്പോൾ കേശവേന്ദ്രകുമാർ ചെയ്തത്. കേശവേന്ദ്രകുമാർ ചെയ്തതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളല്ലേ. 1972 അധ്യാപക നിയമനം സംബന്ധിച്ച്, കോളേജിലെ അധ്യാപക നിയമനം സംബന്ധിച്ചുള്ള വ്യവസ്ഥകളുടെ ഒരു പരാവർത്തനമാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്കൂളുകളിലെ നിയമനത്തിൻ്റെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലെ പരിപാടി അനുസരിച്ചുള്ളതിനേക്കാൾ കൂടുതൽ നിയന്ത്രണം പേപ്പറിലെങ്കിലും 72-ലുണ്ട്. അപ്പോൾ 72-ൽ പ്രീ ഡിഗ്രി ആയിരുന്നതാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയത്. ആ റൂൾ എടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് ഈ മനുഷ്യൻ ചെയ്തതെന്നാണ് എനിക്ക് പത്രം വായിച്ചത് മനസ്സിലായത്. അതിനകത്ത് തെറ്റ് പറയാൻ കറങ്ങിയിരിക്കുകയല്ലേ, ആർക്കും മാറ്റാൻ ഒക്കില്ലല്ലോ. വല്ല അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ടിങ്കർ ചെയ്യാവുന്നല്ലാണ്ട്. സാറിന്റെ എഴുത്ത് ജീവിതത്തെ കുറിച്ച് പറയാം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയത്? അത് എല്ലാ മനുഷ്യർക്കും ദൈവം 24 മണിക്കൂർ കൊടുത്ത കൂട്ടത്തിൽ എനിക്കും തന്നു. ആ 24 മണിക്കൂർ ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യം. വേദശബ്ദ രത്നാകരൻ പോലെ ഒരു പുസ്തകം എഴുതിയത് സർവീസിലിടുന്നുണ്ടല്ലേ. വെളുപ്പിന് എന്നും കൃത്യമായി 2:15-2:30 എഴുന്നേക്കും. 3:15 മുതൽ 2:30 2:45 വിടൂല. 3:15 മുതൽ 5:45 വരെ കൃത്യമായി 2.5 മണിക്കൂർ എല്ലാ ദിവസവും എഴുതും. അങ്ങനെ 9 കൊല്ലം. എവിടെ യാത്ര പോയാലും അതിനെ കൊണ്ടുപോകാനുള്ള റെഫറൻസ്, നാട്ടിൽ കേരളത്തിലാണെങ്കിൽ കാറിൻ്റെ പുറകിൽ എല്ലാം കൂടെ ഒരു കൊട്ടയ്ക്കകത്ത് റെഫറൻസ് പുസ്തകങ്ങൾ എടുത്തിട്ടും, പ്ലെയിനിൽ പോകേണ്ടതാണെങ്കിൽ അവിടെ പോകുമ്പോൾ എനിക്ക് എത്ര സമയം കിട്ടും,
ഏതൊക്കെ അവിടെ വെച്ച് എഴുതാൻ കഴിയുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ റെഫറൻസ് ആ കാലത്ത് ഇപ്പോഴത്തെ പോലെ കോമൺ അല്ലെങ്കിലും ഫോട്ടോ കോപ്പി എടുക്കാമായിരുന്നു. ഞാൻ ഫോട്ടോ കോപ്പി എടുത്തൊരു ഫയലാക്കി അത് കൊണ്ടുപോകും. അങ്ങനെയാണ് ആ പുസ്തകം എഴുതിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഓഥർ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓഥറെ പ്രത്യേകിച്ച് പെട്ടെന്ന് പറയാൻ പ്രയാസമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഓഥേഴ്സിൻ്റെ പട്ടിക നമ്മളുടെ പ്രായവും വായനയുടെ വികാസം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഓഥർ മുട്ടത്തുവർക്കിയായിരുന്നു. പിന്നീട് ഒരു കാലത്ത് അത് MT വാസുദേവൻ നായരാകാം. പിന്നെ ഒരു ഘട്ടത്തിൽ MB നാരായണപിള്ളയാകാം. ഇപ്പോഴേ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഞാൻ ഫിക്ഷൻ അങ്ങനെ വായിക്കാറില്ല. ഫിക്ഷൻ വായിക്കുന്നത് ഇന്ന പുസ്തകം കൊള്ളാം, അത് നിങ്ങൾ വായിക്കണമെന്ന് ആരെങ്കിലും പറയുമ്പോഴാണ്, വായിച്ച ആളുകൾ പറയുമ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ ആടുജീവിതം വായിച്ചു. ഇനിയിപ്പോൾ ആ KP രാമനുണ്ണിക്ക് അവാർഡ് കിട്ടിയ പുസ്തകം വായിക്കണം, കാരണം അത് മഹാ ചീത്തയാണെന്ന് ആരണ്ട് പറഞ്ഞു. ആ സാറൊന്ന് വായിച്ചിരിക്കുന്നതാണ് മഹാ ചീത്തയാണെന്ന്. MM ബഷീർ സാഹിത്യ വിമർശനത്തിൽ എഴുതിയത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആനന്ദമ്പിളിയോട് ചോദിച്ചു പറഞ്ഞു, സാറ് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അത് ഇവിടെ വിങ് ബുക്സിൽ വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും, അത് iPad-ലോട്ടെ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ഫിക്ഷനൊന്നും അങ്ങനെ വായിക്കാറില്ല. ഇപ്പം ഞാൻ വായിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഫാണ് കൂടുതലും. അങ്ങനെയുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ കുറവായതുകൊണ്ട്, മലയാളത്തിൽ കുറവെന്ന് വെച്ചാൽ മലയാളത്തിലുണ്ട്, പക്ഷേ മലയാളത്തിലുള്ളതിനകത്ത് പുതുമകൾ ഉള്ളത് കുറവാണ്. കാരണം ഇപ്പോൾ യുവദാസൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലൊരു പുസ്തകം വരുന്നത്, അതും അതിനുള്ള മറുപടിയും ഞാൻ അതിനു മുമ്പ് ഇംഗ്ലീഷ് വായിച്ചതായിരിക്കും. അതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് അങ്ങ് മാറി. അതുകൊണ്ട് പ്രത്യേക ഒരു ഓഥർ എന്ന് പറഞ്ഞാൽ ഈ വളർച്ചയുടെ പല ഘട്ടത്തിൽ പലര് ആയിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിലെ ഫിലോസഫിയോ? എൻ്റെ ജീവിതത്തിലെ ഫിലോസഫി ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ദൈവസാന്നിധ്യം ജീവിതത്തിൽ എന്നും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് വീട്ടിലെ ഒരു അന്തരീക്ഷം അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വൈദിക പാരമ്പര്യം, ഗ്രാൻഡ് മദേഴ്സ് 2 പേരും ഞങ്ങളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ഒരാൾ അമ്മ ഏക സന്താനമായതുകൊണ്ട് അമ്മയുടെ അമ്മ, 10 മക്കളുണ്ടായിരുന്നെങ്കിലും അച്ഛന് ഇഷ്ടസന്താനമായതുകൊണ്ട് അച്ഛൻ്റെ അമ്മ, 2 അമ്മമാർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പം അവരുടെ ആധ്യാത്മിക താല്പര്യങ്ങളും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രഡീഷണൽ ഇതിനെ കുറിച്ചല്ല, അല്ലാതെ തന്നെ ഒരു സാധാരണ സ്പിരിച്വൽ ഉണ്ട്. അത് അതിന്റെ തുടക്കം ഇവിടെ നിന്നാണേ. തുടക്കം ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇപ്പൊ വേദശുദ്ധ രത്നാകരം എഴുതിയത് പോലെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിന്റെ തുടക്കം എവിടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, ഞാൻ ആദ്യം എല്ലാ പിള്ളേരെയും പോലെ ഞാനും ബൈബിളിലെ 23-ാം സങ്കീർത്തനമാണ് ആദ്യം വായിച്ചത്. ആ 23-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ അപ്പനോട് അന്ന് തന്നെ എൻ്റെ ബുദ്ധിയിൽ എനിക്കൊരു സംശയം തോന്നി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നാണ് സങ്കീർത്തനത്തിൽ അന്നത്തെ തർജ്ജമയെ. അപ്പം ഞാൻ എൻ്റെ 5-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്ന ആളുകൾ വയസ്സാകുമ്പോൾ എങ്ങനെയാണ് നടക്കണമെന്ന്, മുട്ടില്ലെങ്കിലേ. അപ്പോഴാണ് എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത് മുട്ടുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ കാൽമുട്ടുണ്ടാവില്ല എന്നല്ല, ഇതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്നതാണ്. അപ്പം അവിടെ നിന്ന് തുടങ്ങുകയാണ് അന്വേഷണം. അതിൻ്റെ ബാക്കിയാണ് ഈ സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു ഘട്ടമെന്ന് പറയുന്നത്, പണ്ടൊക്കെ ഒരു പ്രോബ്ലം 15 കൊല്ലം മുമ്പ് വരെ എനിക്ക് പള്ളിയിൽ പോയില്ലെങ്കിൽ, ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നുമായിരുന്നു. ഇപ്പം എനിക്ക് കുറ്റബോധമില്ല. മിക്കവാറും പള്ളികളിൽ ഞായറാഴ്ച പള്ളിയിൽ പോവും. പക്ഷെ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ. പക്ഷെ അത് ഒരു ഉപാധി മാത്രമാണ് എന്നും അതിൽ തന്നെ ഒരു അന്ത്യമല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. അതായത് ജെ കൃഷ്ണമൂർത്തി പാത്ത്ലെസ് പ്ലേറ്റോ എന്നൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്, പാതകളില്ലാത്ത പീഠഭൂമി. അത് തന്നെ ബൈബിളിൽ ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. എഹെസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, എവിടെയും പോകാം, എങ്ങോട്ടും തിരിവാൻ ആവശ്യമില്ല. അതാണ് പാത്ത്ലെസ് പ്ലേറ്റോ കൃഷ്ണമൂർത്തി പറയുന്നത്.
ആ ഒരു സ്റ്റേജ് എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് ഒരു മതം വേറൊരു മതത്തേക്കാൾ കേവലമാണെന്ന് തോന്നൂല. ഇപ്പോൾ ഈ മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നാസ്തികരും സ്വർഗത്തിൽ പോകുന്നു. അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ഈ ആധ്യാത്മിക വളർച്ചയുടെ പരകോടിയിൽ എത്തുമ്പോഴാണ്. കാരണം സഭ ഔദ്യോഗികമായിട്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനിയായെങ്കിലേ സ്വർഗത്തിൽ പോകുന്നില്ലേ, ഔപചാരികമായിട്ട് പഠിപ്പിക്കുന്നത്. എൻ്റെ അപ്പം പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ഒരുപാട് മിച്ചഭൂമി കാണുമെന്ന്. അപ്പം അച്ഛനായി നിന്നൊക്കെ കിട്ടിയതിലൊക്കെ ബാക്കിയായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ മതങ്ങൾ എനിക്ക് എന്നെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ആയൊരു സംഗതി, വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ വളരെ താഴെ, ബൗദ്ധികമായി പറഞ്ഞാൽ താഴെ തട്ടിലുള്ള രീതിയിൽ മതമാണെന്ന് വിചാരിച്ച് വർഗീയതയും കൊണ്ട് നടക്കുന്നു. യഥാർത്ഥ മതത്തിന് അതൊന്നുമില്ല. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്താ, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഒരു സ്ത്രീയെ അവരുടെ കുഞ്ഞിന് സൂക്കേട് വരുമ്പോൾ എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്നല്ല, എന്നെ അള്ളാഹു എന്ന് വിളിക്കണം, അല്ലെങ്കിൽ എന്നെ കർത്താവ് എന്ന് വിളിക്കണം എന്ന് പറയുന്ന ദൈവമാണോടാന്നാ. അപ്പം അതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ റിച്വൽസൊക്കെ, എന്നാൽ റിച്വൽസ് ഇല്ലേ, ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പൂജ ചെയ്യും, കുന്തിരക്കൊക്കെ കത്തിച്ച് സംഭരണയൊക്കെ കത്തിച്ച്, അത് ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്രമമാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തമ്പുരാ സേവ എന്ന് പറയും. അതിനതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു മതത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരാൻ കഴിയുക എന്നുള്ളത് ദൈവകൃപയാണ്. ഇപ്പം വാസ്തവത്തിൽ ന്യായമില്ല. ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഞാൻ അടുത്ത കാലത്താണ് എൻ്റെ മനസ്സിലത് ഉദിച്ചത്. രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് ലണ്ടനിൽ നിന്ന് ഒരു സായിപ്പ് സൂര്യനെ നോക്കുമ്പോൾ പ്രഭാത സൂര്യനെയാണ് കാണുന്നത്. അവിടെ നിന്ന് 5.5 മണിക്കൂർ സമയവ്യത്യാസമുള്ള തിരുവനന്തപുരത്തോ ഡൽഹിയിലോ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ സമയത്ത് കാണുന്നത് പൊരി വെയിലിൽ ഉഷ്ണിപ്പിക്കുന്ന ഉച്ചസൂര്യനാണ്. ഇവിടെ നിന്ന് 6 മണിക്കൂർ സമയവ്യത്യാസമുള്ള ന്യൂസിലൻഡിൽ എൻ്റെ അനന്തരവൾ അവിടെ ഡോക്ടറാണ്. അവളും ഭർത്താവും കൂടെ ആ സമയത്ത് ബീച്ചിലിരിക്കുകയാണ് അസ്തമയ സൂര്യനെ കാണാൻ. ലോകത്തിൽ എത്ര സൂര്യനുണ്ട്? ഒരു സൂര്യനേ ഉള്ളൂ. ആ സൂര്യൻ പ്രഭാത സൂര്യനായിട്ട് കാണപ്പെടുന്നോ, മധ്യാഹ്ന സൂര്യനായി കാണപ്പെടുന്നോ, അസ്തമയ സൂര്യനായി കാണപ്പെടുന്നോ എന്നുള്ളത് നമ്മൾ ആയിരിക്കുന്ന സ്ഥലം ഏതാന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എല്ലാവരും ഞാനായിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ കാണുന്ന മട്ടിൽ തന്നെ സൂര്യനെ കണ്ടുകൊള്ളണമെന്ന് പറയാൻ എനിക്കെന്താ അവകാശം? യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല. വാസ്തവത്തിൽ മുഹമ്മദ് നബിയും പറഞ്ഞിട്ടില്ല. ഖുറാനിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ലോകത്തിലാകെ ഒരു മതം മതിയെന്നുണ്ടായിരുന്നെങ്കിൽ മറ്റെല്ലാ മതങ്ങളെയും നശിപ്പിച്ച് ഈ ഒരു മതം മാത്രം മതിയെന്ന് നിശ്ചയിക്കാനും ആ നിശ്ചയം നടപ്പിലാക്കാനും കരുത്തുള്ളവനാണ് അള്ളാഹു എന്നിരിക്കെ അദ്ദേഹം മറ്റു മതങ്ങൾ നിലനിൽക്കാൻ അനുവദിക്കുമ്പോൾ അതിനോട് നമുക്കും വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ലെന്ന് ഈ ഖുറാനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ റംസാനിന്റെ അവസാനത്തെ തൊട്ട് തലേദിവസമൊറ്റ എന്നൊന്ന ലൈലത്തുൽ ഖബർ എന്നൊക്കെ പറഞ്ഞ രാത്രിയില്ലേ പേരുള്ളത്, അന്ന് വായിക്കുന്ന ഖുറാൻ പോർഷനിൽ ഇതാ പറയണത്, അവൻ്റെ വിശ്വാസം എനിക്ക് എൻ്റെ വിശ്വാസം. അപ്പം അതുകൊണ്ട് ഒരു മതവും അത് വാസ്തവത്തിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ആളുകൾ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് വൺസ് യു റീച്ച് എ സർട്ടൺ ലെവൽ ദീസ് തിങ്സ് ഡോണ്ട് മാറ്റർ. എനിക്ക് 2 മക്കള്. എൻ്റെ മകൾ MA കഴിഞ്ഞ് ആയിട്ട് വീട്ടിലിരിക്കുന്നു. അവൾ കൊച്ചിയിലാണ്. അവൾക്ക് 2 ആൺമക്കളാണ്. അവളുടെ ഭർത്താവ് ടേസ്റ്റർ. അവളുടെ ആൺമക്കള്, മൂത്തയാള് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ MBA അല്ല PGDM MBA പോലെയുള്ളത് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് +2 കഴിഞ്ഞ് നാഷണൽ ലോ സ്കൂളിലേക്കുള്ള ക്ലാറ്റ് എഴുതി ജയിച്ച് സെക്കൻഡ് ഇയറായി, ഇപ്പം വക്കീലാവാൻ പഠിക്കുന്നത്. മകൻ ഇവിടെ നിന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ 93 പാസ്സായി. ഇംഗ്ലണ്ടിൽ പോയി ലിവർപൂൾ സർവകലാശാലയിൽ നിന്ന് MBA ജയിച്ചു.
ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനിയുടെ സൗത്ത് ഇന്ത്യ ചീഫായിട്ട് ബാംഗ്ലൂർ മാർക്കറ്റ് എഞ്ചിനീയറിംഗ് എന്നല്ല ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഭാര്യ MA പാസ്സായതാണ്, പക്ഷെ അവൾക്കും ജോലിക്കൊന്നും പോകുന്നില്ല. അവന് 2 കുട്ടികൾ, മൂത്തയാൾ 9ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ 8ാം ക്ലാസ്സിൽ. അത് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എൻ്റെ കഥ ഇതുവരെ എന്നുള്ളതിനത്. അല്ല, അതിപ്പോൾ പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. കാരണം അത് വെറുതെ സന്തോഷമായിട്ട് വലിയെടുത്ത് ആശ്വാസമായിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ കുഴപ്പിക്കാനായിട്ട് അത് കഥ ഇതുവരെ എന്നുള്ളതിനകത്ത് എഴുതിയിട്ടുണ്ട്. വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്ന പാകപ്പഴ എവിടെയാണെന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസത്തിലേക്ക് വഴുതിപ്പോയെടുത്താണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ അതിനെതിരായിരുന്നു എന്ന് പറയാൻ കാരണം. ഒരു ഘട്ടത്തിൽ തെക്കേ അമേരിക്കയിലെ ചില കത്തോലിക്ക വൈദികർ അവിടെയുള്ള ചൂഷണത്തിനെതിരായുള്ള പ്രവർത്തനത്തിൽ രാഷ്ട്രീയ മാർഗങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചതാണ് പാളിപ്പോയത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിനൊരു ആയുസില്ലാതെ പോയത്. അതേസമയത്ത് ആ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ ജീവിതം കൊണ്ട് പാലിച്ചതാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയുള്ളവർ. അവർ ലളിതമായി ജീവിക്കുക, പാവപ്പെട്ടവരോട് താതാത്മ്യപ്പെടുക, ആ ഒരർത്ഥത്തിലൊക്കെ അത് പ്രയോജനപ്പെട്ടു. അത് ആ ഘട്ടത്തിലുണ്ടായിരുന്ന മാർപ്പാപ്പയാണ് കൊല്ലപ്പെട്ടു. ആ ഘട്ടത്തില് ഈ ദൈവശാസ്ത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മാർപ്പാപ്പ മരിച്ചുപോയി. അത് പക്ഷെ വിമോചന ദൈവശാസ്ത്രം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു പീരീഡിലായിരുന്നു വന്നത്. ശരി. അല്ല, അത് ജോൺ ദ 23 ഈ 2ാം വത്തിക്കാൻ സിനോദോസ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വന്നത്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നത് ആളാണല്ലോ 33 ദിവസം കഴിഞ്ഞ് മരിച്ചുപോയത്. അദ്ദേഹത്തെ കൊന്നതാണെന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതയുണ്ട്. ആ മരണത്തിൽ കൊന്നതാവണമെന്നില്ല, ചിലപ്പോൾ അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കാം. ഫാദർ കാപ്പനുമായിട്ടൊന്നും എനിക്കങ്ങനെ അടുപ്പമെന്ന് പറയാനുള്ള അടുപ്പമില്ല. വായിച്ചറിയാം, അത് എഴുതിയിട്ടൊക്കെ വായിക്കുന്നു. പുലിക്കുന്നനായിട്ട് കുറച്ചുകൂടെ അടുത്തറിയാം. പക്ഷെ പുലിക്കുന്നനൊരു വിമോചന ദൈവശാസ്ത്രജ്ഞനല്ലല്ലോ. പുലിക്കുന്നനൊരു വൈദിക വിരുദ്ധൻ, ആന്റി ക്ലറിക്കൽ ആണ് അദ്ദേഹത്തിന്റെ നിലപാട്. അത് അദ്ദേഹം ഒരളവ് വരെയൊക്കെ തിരുത്തൽ ശക്തിയാണ് കത്തോലിക്ക സഭയിൽ. പക്ഷെ ടെറിബിളി ആന്റി ക്ലറിക്കൽ, ഒട്ടും ഒരു സുവർണ മാധ്യമം എന്നൊരു പരിപാടി അദ്ദേഹത്തിനുമില്ല. പക്ഷെ അദ്ദേഹം വളരെ അറിവുള്ള ആളാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശരിയാണ്, പല കാര്യങ്ങളും ശരിയല്ല. ഇപ്പം അദ്ദേഹം പറയുന്നത് ഈ ദേവസ്വം ബോർഡിന്റെ നിയമം പോലെ ഒരു നിയമം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാക്കണം. ഞാൻ എന്നുള്ള ഒരു ലേഖനത്തിനകത്ത് എഴുതി, ഇത് കത്തോലിക്ക പള്ളികളിൽ അൽമായക്കാർക്ക് അവകാശം കൊടുക്കുന്നില്ല എന്നുള്ള ശരിയാണ്. ഞങ്ങളുടെ പള്ളിയിലൊക്കെ അച്ഛന്മാർക്ക് ഞങ്ങളാ ശമ്പളം കൊടുക്കുന്നത്. അതിന് സർക്കാരിന്റെ നിയമം കൊണ്ടുവരണം. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി പാനൽ വെച്ച് പള്ളി കമ്മിറ്റിക്കാരുണ്ടാക്കാനോ? ഞങ്ങൾക്കിപ്പോൾ തന്നെ ഇലക്ഷനുണ്ട്. ഞങ്ങളുടെ ആളുകൾക്ക് അച്ഛനെ ഇഷ്ടമല്ലെങ്കിൽ ആളുകൾ ശമ്പളം മുടക്കും, അച്ഛൻ ബിഷപ്പിനെ പോയി കാണും, വേറെ പള്ളി വാങ്ങിച്ചു പോയിക്കോളും. ജനാധിപത്യം കൂടിയേ കുഴപ്പമുള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു നിയമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതിനകത്ത് പറയുന്ന ന്യായങ്ങൾ വിവരമില്ലാത്തതുകൊണ്ട് പറയണതാണ്. വക്കഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്കഫ് എന്ന് പറയുന്നത് സൗജന്യമായിട്ട് കൊടുത്ത സാധനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനാണ്. അല്ലാതെ ഓരോ തിരുവനന്തപുരം പാളയം ജമായത്തിന്റെ പുറത്ത് വക്കഫ് ബോർഡിന് കാര്യമൊന്നുമില്ല. അത് അവിടുത്തെ കമ്മിറ്റിയാണ് നടത്തുന്നത്. അതുപോലെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഊരായ്മ അവകാശമുണ്ടായിരുന്ന ആളുകൾ ക്ഷേത്രങ്ങളെ അവഗണിക്കുകയും അധപ്പതിക്കാൻ അനുവദിക്കുകയും അതേസമയത്ത് ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ ഇവർ ധാരാളം ഉപയോഗിക്കുകയും ചെയ്തപ്പോഴാണ് കാണാൻ മൺട്രോ പറഞ്ഞ ആ പണി വേണ്ട, ഈ സംരക്ഷണം, ക്ഷേത്രങ്ങളെ സംരക്ഷണം സർക്കാർ ഏറ്റിരിക്കുന്നു, വസ്തുക്കളും ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് നമ്പൂരിമാരെ ഔട്ടാക്കുക ചെയ്തത്. അതേസമയത്ത് ആറ്റുകാൽ ക്ഷേത്രം പോലെ ക്ഷേത്രം ദേവസ്വം ബോർഡ് കീഴിലല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഏകപക്ഷീയമായ വ്യൂ ആയി പോകുന്നു പുലിക്കുന്നനെ. ബട്ട് ബേസിക്കലി ഈസ് എ ഗ്രേറ്റ് സ്കോളർ ആൻഡ് ഈസ് എ സെൽഫ്ലെസ് ക്രൂസൈഡർ. മഹാനായൊരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. ഒരു മനുഷ്യർ ചെയ്യാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ കത്തോലിക്ക സഭയ്ക്ക്
അകത്തൊരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയ്ക്ക് ജോസഫ് പുലിക്കുന്നതിനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പിന്നെ മകനൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമായിട്ട് ഇപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായെന്നുള്ളത് ശരി. എങ്കിലും അതിനകത്ത് പല ആളും പറയുന്നത് അദ്ദേഹത്തെ കോളേജിൽ നിന്ന് പിരിച്ചു വിട്ടണം, അതൊന്നും ശരിയല്ല. അദ്ദേഹത്തെ വായിച്ച് ഇങ്ങനെ എത്തിപ്പോയതാണ്. പിന്നെ കുറച്ച് എക്സസ്സായി ചില ഡയറക്ഷനിൽ എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും അദ്ദേഹത്തെ കൂടെ ആരാധിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ആരാധിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ബഹുമാനിക്കാതിരിക്കാനും നിവൃത്തിയില്ല. അത്ര ഒരുപാട് മഹത്വമുള്ള ആളാണ് അദ്ദേഹം. അതിപ്പോ അതിപ്പോ മനുഷ്യൻ എവിടെ കൂടിയാലും ഉണ്ടാവില്ലേ. യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ലല്ലോ. യേശുക്രിസ്തു യഹൂദനായി ജനിച്ച് യഹൂദനായി ജീവിച്ച് യഹൂദനായി മരിച്ച ആളാണ്. അത് കഴിഞ്ഞ് ആദ്യകാലത്തൊക്കെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു അനുഭവമായിരുന്നു. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ഒരു ടോട്ടൽ സെൽഫ്ലെസ് ഒക്കെ ആയിരുന്നു. പിന്നെ അതൊരു ഘടന ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ആളുകൾ അഭിപ്രായം പറയാൻ തുടങ്ങും. അപ്പോൾ തർക്കമായി. ആരാണ് സൃഷ്ടിച്ചത്, എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? അത് തർക്കം മൂത്ത് ഒരു മുട്ടുസൂചിയുടെ മുട്ടയിൽ എത്ര മാലാഖമാർക്ക് ഒന്നിച്ച് ഡാൻസ് ചെയ്യാന്ന് ഓരോ പ്രബന്ധം എഴുതിയ ആളുകളുണ്ട്. അതൊരർത്ഥമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചും കാത്തലിക് ചർച്ചുമായിട്ടുള്ള വ്യത്യാസം തന്നെ പറഞ്ഞാൽ. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുർബാന അനുഭവിക്കാമെന്നൊക്കെ ഇപ്പോൾ കമ്മ്യൂണിനൊക്കെ ആയി. എന്നാൽ 5-ാം നൂറ്റാണ്ടിലാണ് പിണങ്ങുന്നത്. 20-ാം നൂറ്റാണ്ടിൽ അവസാനം പറഞ്ഞത് അന്ന് പിണങ്ങേണ്ട കാര്യമില്ലായിരുന്നു. ഒരേ കാര്യം തന്നെ പാശ്ചാത്യവും പൗരസ്ത്യവുമായ രണ്ട് ശൈലികളിൽ പറഞ്ഞുകൊണ്ടുണ്ടായ തെറ്റിദ്ധാരണ കൊണ്ടാണ് പിണങ്ങിയതെന്നാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അത് ഉള്ളി തൊലി പൊളിക്കുന്ന പോലെയാണ്. ഈ ഉള്ളി എന്ന് പറയുന്ന സാധനം മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതും അത് മര്യാദയ്ക്കല്ലാതെ ഉപയോഗിച്ചാൽ കണ്ണിന്ന് വെള്ളം വരുത്തുന്നതുമാണ് അല്ലേ? അതുപോലത്തെ പരിപാടിയാണത്. കേരളത്തില് സ്വത്തിനെ കുറിച്ചുള്ള വഴക്ക് ഉണ്ടാകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അത് ഇപ്പം മാർത്തോമാ സഭ പിരിഞ്ഞു പോയതും CSI പോയതൊക്കെ പ്രോട്ടസ്റ്റന്റിസം തിയോളജിയുടെ പേരിലല്ലേ. സായിപ്പിന്റെ തിയോളജി കൊണ്ടുവന്നപ്പോൾ കുറെ ആളുകൾ അതിലൂടെ പോയി. സ്വത്തിന്റെ പേരിലൊക്കെ ഉള്ള വഴക്കുകൾ ഉണ്ടാകുക എന്നുള്ളത് സ്വത്തിന്റെ പേരിലല്ല പലപ്പോഴും ഉണ്ടാകുന്നതേ. വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. എനിക്ക് നിങ്ങളുടെ മുഖം ഇഷ്ടമല്ല, നിങ്ങൾക്ക് എൻ്റെ മുഖം ഇഷ്ടമല്ല എന്ന് രണ്ട് ഗ്രൂപ്പായി. അത് കഴിഞ്ഞിട്ട് അതിനൊരു വേദശാസ്ത്രം ഉണ്ടാവും. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഒരു പുതിയ സഭയായിട്ട് ആൾക്കൂട്ടം ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് ആരാധിക്കാൻ സ്ഥലം കിട്ടിയില്ല. അവസാനം ഒരു ബേസ്മെന്റ് സ്റ്റോറിലാണ് അവർക്ക് കൂടാനായിട്ടുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം, ഒരുപാട് എലിയുണ്ട്. അപ്പം അത് എലിയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ 10 മണിക്കാണ് ആരാധനയെങ്കിൽ രാവിലെ ആരെങ്കിലും നേരത്തെ വന്ന് 7 മണിക്ക് തുറന്ന് ഒരു പൂച്ചയെ കൊണ്ടുവരും. പൂച്ചയ്ക്ക് പാലൊക്കെ കൊടുത്ത് പൂച്ച അവിടെ ഇങ്ങനെ പൂച്ചയുടെ മണമൊക്കെ എലിയ പിന്നെ വരില്ലല്ലോ. അങ്ങനെ ഒരു പൂച്ച എത്തി കഴിഞ്ഞാൽ അടുത്ത പൂച്ചയായി. അങ്ങനെ 2-3 പൂച്ചകളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിന് തലമുറകൾ മാറി, അവരുടെ സ്ഥലം നന്നായി, അവർക്ക് പുതിയ പള്ളി കിട്ടി. എങ്കിലും ഈ പൂച്ചയ്ക്ക് പാല് കൊടുത്തിട്ട് വേണം ആരാധന തുടങ്ങാനെന്നുള്ള ഒരു സമ്പ്രദായം അവർ മാറ്റിയില്ല. സ്വന്തം പള്ളിയൊക്കെ ആയി, പക്ഷെ എന്നാലും രാവിലെ ഒരു പൂച്ചയെ കൊണ്ടുവരിക, പൂച്ചയ്ക്ക് പാല് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥന കൊടുക്കും. ആ പൂച്ച ചത്തു. അങ്ങനെ ഒരു പൂച്ച ചത്തപ്പോൾ അപ്പോഴത്തേക്കും പള്ളി വലുതായി. ഒരാൾ ഒരു വെളുത്ത പൂച്ചയെ കൊണ്ടു, വേറൊരാൾ ഈ വെളുപ്പും ഗോൾഡൻ കളറും കൂടെ ഉള്ളൊരു പൂച്ചയെ കൊണ്ടു. ആദ്യം കൊണ്ടുവന്നത് ഈ 2 കളർ ചേർന്ന പൂച്ചയെ കൊണ്ടുവന്നാണ്. അപ്പോൾ അവരോട് നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കാരണവന്മാരായിട്ട് എപ്പോഴും വെള്ളപ്പൂച്ചയ്ക്കാണ് പാല് കൊടുത്തിട്ടുള്ളത്. ഈ നിറമുള്ള പൂച്ചയ്ക്ക് പാല് കൊടുക്കുന്നത് ശരിയല്ല. കാരണം വെള്ളപ്പൂച്ച പ്രതിനിധാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധിയാണ്. വേദശാസ്ത്രം കൊണ്ടുവരാണേ. അപ്പം മറ്റൊരു പറഞ്ഞു അതങ്ങനെയല്ല, മനുഷ്യനിൽ
ഉള്ള കറുപ്പിനെ വെളുപ്പാക്കുന്ന ആരാധനയിൽ കൂടെയാണ്. അതുകൊണ്ട് 2 നിറമുള്ളതാണ് ശരിയായ വേദശാസ്ത്രം. അവസാനം അത് 2 സഭയെ 2ആയി. വെള്ളപ്പൂച്ചയുടെ സഭയും നിറമുള്ള പൂച്ചയുടെ സഭയും. ഇങ്ങനെയാണ് സഭകൾ ഉണ്ടാകുന്നത്. അത് ഉണ്ടായി കഴിയുമ്പോൾ ഒരു വേദശാസ്ത്രം ഉണ്ടാക്കും. ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത് പൊതുവായി പറഞ്ഞാൽ അതൊരു ദർശനമല്ലല്ലോ. ഹൈന്ദവ ദർശനത്തിനുള്ള ഒരു ഗുണം ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരു സംഗതി, ശ്രീകൃഷ്ണന്റെ പേരിൽ ഒരു പള്ളി വയ്ക്കാൻ ക്രിസ്ത്യാനികൾക്കൊക്കില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ പേരിൽ ഒരു അമ്പലം ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്ക് തടസ്സമില്ല. അപ്പോൾ ഹൈന്ദവ ദർശനം വളരെ ലിബറലായിട്ട് ഇതൊക്കെ കാണുന്ന ഒരു സങ്കല്പമാണ് പൊതുവെ. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായ ഒരു ജീവിത രീതി എന്നുള്ള നിലയ്ക്ക് സഹിഷ്ണുതയാണ് അതിൻ്റെ ഒരു മുഖമുദ്ര. ഒരേ സത്യത്തെ വിദ്വാൻമാർ പലതരത്തിൽ പറയുന്നു എന്നുള്ളതാണല്ലോ എൻ്റെ ഒരഭിപ്രായം. അപ്പോൾ ചാർവാകന്മാർക്കും ഹിന്ദുവാണെന്ന് പറയാം, കടുത്ത യാഥാസ്ഥിതിക വിശ്വാസികൾക്ക് പറയാം, വിഗ്രഹാരാധന വർജ്യമാണ് എന്നാണ് വിവരമുള്ള ഹിന്ദുക്കൾ പറയുന്നത് എങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് ഹിന്ദുക്കളായിരിക്കാം, വിഗ്രഹങ്ങൾ വേണ്ടെന്ന് പറയുന്നവർക്ക് ഹിന്ദുവായിരിക്കാം, വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് ഹിന്ദുവാകാം, ശിവനെ ആരാധിക്കുന്നവർക്ക് ഹിന്ദുവാകാം. അതൊരു വലിയൊരു ബ്രോഡ് ക്യാൻവാസ് അല്ലേ. അതുപോലെ ഒരു വലിയ ഗുണമുണ്ടായത്, നമുക്കുണ്ടായൊരു ഗുണമെന്ന് പറയുന്നത് ഇന്ത്യയിലും ചൈനയിലും പാശ്ചാത്യ മതങ്ങൾ വന്നപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടൊരു മതചിന്ത ഉണ്ടായിരുന്നുകൊണ്ട് നശിപ്പിക്കാനൊന്നുമില്ല. അതുകൊണ്ടല്ല നമ്മൾ പിടിച്ചു നിന്ന് പോയത്. അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്രീക്ക് സമ്പ്രദായത്തിൽ അർത്തേമീസ് ദേവി അല്ലെങ്കിൽ മ്യൂസ്, സരസ്വതിയെ ഇപ്പോഴും സജീവമായി നമ്മൾ അറിയുന്നു. പക്ഷേ ഗ്രീക്ക് സങ്കല്പത്തിലെ മ്യൂസിനെ ആരും ആരാധിക്കുന്നവരില്ല. കാരണം അത് ആ സംസ്കാരമേ നശിപ്പിച്ചു കളഞ്ഞു ഒരു പോയിട്ടേ. അതാ ഇൻഡോ ജർമാനിക് ട്രൈബ്സും അതിൻ്റെ പുറകെ വന്ന ഓട്ടോമൻസ് ഇങ്ങനെ എല്ലാം കൊണ്ടൊക്കെ വന്ന പല സാഹചര്യങ്ങൾ കൊണ്ട് വന്നതാണ്. അവിടെ ഹിന്ദു ദർശനത്തിനകത്തുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. പിന്നെ എല്ലാ മതങ്ങളെയും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുമല്ലോ. ഈ ഭഗവത്ഗീതയുടെ അവസാനത്തെ ശ്ലോകം എന്താ? എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര. അത് തന്നെയാണ് ബൈബിളിൽ ക്രിസ്തു പല സ്ഥലത്ത് പലതരത്തിലായിട്ട് പറയുന്നത്. എവിടെ മനുഷ്യൻ അവൻ്റെ സിദ്ധികളെ പൂർണ്ണമായി ഈശ്വര നിയോഗത്തിന് വിധേയമാക്കി പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നു, അവിടെ വിജയവും ഐശ്വര്യവും ഉണ്ടാകും. അതല്ലേ എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവിടെ വെറുതെ ഉഴപ്പി നിൽക്കുന്ന അർജുനനെ ദൈവത്തിന് വേണ്ട, ധനുർധരനായ പാർത്ഥനാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിദ്ധിയെ സാധന ചെയ്യുന്നവനെയാണ് ക്രിസ്തുവും വേണ്ടതിന് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്നും ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന രാമായണത്തിലെ കൗസല്യയുടെ പ്രാർത്ഥനയാണ്. രാമൻ കാട്ടിപ്പോയപ്പോൾ എന്താ പറഞ്ഞത്? എൻ മകനാശു നടക്കുന്ന നേരവും തൻ മതി വെട്ടുറങ്ങിയിടുന്ന നേരവും കന്മഷം കൂടാതെ അങ്ങ് കാത്തുകൊള്ളണമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഹൈന്ദവ ദർശനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിക്കുകയും നമ്മളിതൊക്കെ ആദ്യകാലം പോലെ അറിഞ്ഞും കണ്ടും വളരുകയും ചെയ്തതുകൊണ്ട് നമുക്കതൊരു അന്യമായിട്ട് തോന്നില്ല. ആണെൻ്റെ വ്യത്യാസം. ആണെൻ്റെ വ്യത്യാസം. ആണെൻ്റെ വ്യത്യാസം. ആണെൻ്റെ വ്യത്യാസം. ആണെൻ്റെ വ്യത്യാസം.